അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4ൽ 2 ചാപ്റ്റേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാപ്റ്റർ 1 ഗ്രാവിറ്റേഷനും രണ്ടാമത്തേത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും. അപ്പോൾ വളരെ എളുപ്പമുള്ള 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. പ്ലസ് 1ലെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം പ്ലസ് 1ലെ തന്നെ വളരെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സിലൊന്നാണ് ഈ ഗ്രാവിറ്റേഷൻ. നമുക്ക് നോക്കാം എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മാസ്സുള്ള ഏത് 2 ബോഡികൾക്കിടയിലും അവർ തമ്മിലുണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിലെ മാസ്സുള്ള എല്ലാ ബോഡികൾ തമ്മിലും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പഠിച്ച സയന്റിസ്റ്റുകളാണ് കെപ്ലർ, അതുപോലെ തന്നെ നമ്മുടെ ഐസക് ന്യൂട്ടൺ. അപ്പോൾ ഐസക് ന്യൂട്ടൺ അതിനുവേണ്ടി നമുക്കൊരു ലോ കൂടി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ മാസ്സുള്ള എല്ലാ ബോഡികളും പരസ്പരം അട്രാക്ട് ചെയ്യും. മാസ് നമ്മൾ പോസിറ്റീവ് ടൈപ്പ് മാസ് ആയിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഒരു ടൈപ്പിലുള്ള ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ആ ഫോഴ്സ് എല്ലായ്പ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. ഇനി ഏത് 2 മാസീവ് ഒബ്ജക്റ്റുകളുടെയും അട്രാക്ഷൻ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് ജനറലൈസ് ചെയ്ത് പറയാമെങ്കിലും അത് എർത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക്കലി വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റി. സോ ഗ്രാവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അസോസിയേറ്റഡ് വിത്ത് എർത്ത്. എർത്ത് മറ്റൊരു ബോഡിയുടെ പുറത്ത് എക്സേർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് നമുക്ക് ഗ്രാവിറ്റി എന്നാണ് വിളിക്കുക. ഇനി നമുക്കറിയാം ചെറിയ മാസ്സുള്ള ബോഡികളെല്ലാം എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ എല്ലാ ബോഡികളും ഒരു ആക്സിലറേഷനോട് കൂടി എർത്തിൻ്റെ സെൻറ്ററിനെ ലക്ഷ്യമാക്കി താഴേക്ക് മൂവ് ചെയ്യും. ആ മൂവ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീ ഫോൾ. അങ്ങനെ ഫ്രീ ഫോളിലുള്ള ബോഡിക്ക് ഒരു പ്രത്യേക ആക്സിലറേഷൻ ഉണ്ടാവും. ആ ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ സ്മോൾ ലെറ്റർ G ഉപയോഗിച്ചാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇത്രയും. ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ അതൊരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കും. ആ ബോഡി താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ കൂടി വരും. ആക്സിലറേഷൻ പോസിറ്റീവാണ്. ഇനി ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ആക്സിലറേഷനെ നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആയിട്ടാണ് കണക്കാക്കുക. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നേച്ചറിൽ 4 തരം ഫണ്ടമെന്റൽ ഫോഴ്സുകളാണുള്ളത്. എല്ലാ ഫോഴ്സുകളെയും കൂടി നമ്മൾ ക്ലബ് ചെയ്ത് ഈ 4 ഗ്രൂപ്പുകളിലാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ഫോഴ്സ് എന്ന് ചോദിച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഈ 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ 4 ഫണ്ടമെന്റൽ ഫോഴ്സുകളിലെ തന്നെ ഏറ്റവും വീക്കസ്റ്റ് ആയ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സുമാണ്. പക്ഷേ ഈ വീക്കസ്റ്റ് ഫോഴ്സായ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലമാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റുകളെല്ലാം അവിടെ ബൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. അതിനെ ബൈൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ തരുന്ന സയൻറ്റിസ്റ്റാണ് സർ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ നമുക്ക് തരുന്ന ആ ലോയെ നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ഐസക് ന്യൂട്ടൺ നമുക്ക് പറഞ്ഞു തരുന്ന യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മാസ്സുള്ള ബോഡികൾക്കിടയിലും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ വിളിച്ച പേര് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ്. നമുക്ക് നോക്കാം. ന്യൂട്ടൺ പറയുന്നു ഏത് 2 ബോഡിയും ആയിക്കോട്ടെ, അവരുടെ മാസ് m1 m2 ആണെന്നിരിക്കട്ടെ. 2 മാസുകൾ m1 ആൻഡ് m2. ഈ 2 ബോഡികളുടെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് ഇരിക്കട്ടെ. മാസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇവർ തമ്മിൽ എപ്പോഴും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും. ദിസ് അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് m1 into m2. അതായത് മാസ് കൂടിയാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടും. വീണ്ടും പറയുന്നു ദിസ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കൂടി നമുക്ക് കമ്പൈൻ ചെയ്താൽ എഴുതാം F is equal to a constant G into m1 m2 divided by r square. അപ്പോൾ ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മൾ ഇങ്ങനെയാണ് പറയുക, F is equal to Gm1 m2 divided by r square. അപ്പോൾ നമ്മളിവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഇക്വേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു. കോൺസ്റ്റന്റിൻ്റെ പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ G. അതിൻ്റെ വാല്യൂ ഇങ്ങനെ 6.67 into 10 raised to minus 11. ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ നോക്കിയാൽ ഇവിടെ നമുക്ക് ജിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്ന് കിട്ടും. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ, കിലോഗ്രാം റേസ് ടു -2. അങ്ങനെയെങ്കിൽ ജിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? നമുക്കറിയാം ജിയുടെ ഡയമെൻഷൻ m റേസ് ടു -1 L ക്യൂബ് T റേസ് ടു -2. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഈ ജിയുടെ
ഡയമെൻഷൻ. ഇനി ഈ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ ഫോഴ്സിൻ്റെ പ്രത്യേകതകൾ? ഈ ഫോഴ്സിലെ ഉൾക്കൊള്ളുന്ന കോൺസ്റ്റൻ്റായ ജി അത് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളല്ല. ഏത് മീഡിയം ആയാലും ജിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ജിയുടെ വാല്യൂ ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ മീഡിയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ല. രണ്ടാമത്തെ പോയിന്റ് പറയുന്നു, ഈ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് മാസുകൾക്കിടയിലാണ്, ചാർജുകൾക്കിടയിലല്ല, മാഗ്നറ്റുകൾക്കിടയിലല്ല, മാഗ്നറ്റിക് പോളുകൾക്കിടയിലല്ല, മാസുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഇൻട്രാക്ഷനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുക. ആ ഫോഴ്സിന്റെ നേച്ചർ എപ്പോഴും അട്രാക്ഷൻ മാത്രമാണ്. എന്നാൽ ചാർജുകളുടെയോ മാഗ്നറ്റുകളുടെയോ കേസിൽ അവിടെ റിപ്പൽഷൻ കൂടി ഉണ്ടാവും. എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ആണ്. മറ്റൊരു പോയിന്റ് പറയുന്നു, ഈ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഇവരുടെ സെന്ററുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ലൈനിലൂടെ ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ നമ്മൾ സെൻട്രൽ ഫോഴ്സ് എന്നും വിളിക്കും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു സെൻട്രൽ ഫോഴ്സ് ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ കൺസർവേഷൻ നടക്കുന്നുണ്ട്, ഇതിനെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് കൂടി നമ്മൾ വിളിക്കും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കാരണം ഒരു ക്ലോസ്ഡ് പാത്തിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം കൺസർവേറ്റീവ് ഫോഴ്സിന്റെ പ്രത്യേകത അവരുടെ കേൾ എഫ് എപ്പോഴും 0 ആയിരിക്കും. ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ സംബന്ധിച്ച് ഡെൽ ക്രോസ് എഫ് അഥവാ കേൾ എഫ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, സെൻട്രൽ ഫോഴ്സ് ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഫോഴ്സും ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ തന്നെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ പറയും ദിസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒബേസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്ന ഒരു ഫോഴ്സ് കൂടിയാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ നമ്മുടെ ന്യൂട്ടൻ്റെ ലോ യൂണിവേഴ്സൽ ലോ എന്നറിയപ്പെടാൻ കാരണം ഇത് നമ്മുടെ യൂണിവേഴ്സൽ എല്ലാ സ്ഥലത്തും നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ ഫോർമുല Gm(m)2/r² എന്നാണ്. ഇതിൽ നിന്ന് നമ്മൾ മറ്റു ചില ഫാക്ടേഴ്സ് നോക്കാനായിട്ട് പോവാണ്. നമുക്കറിയാം എർത്തിൻ്റെ ഗ്രാവിറ്റി കൊണ്ട് ഒരു ബോഡി എർത്തിലേക്ക് വന്ന് വീഴുകയാണെങ്കിൽ അതിനെ ഫ്രീ ഫോൾ എന്നാണ് വിളിക്കുക. ആ ഫ്രീ ഫോളിലുള്ള ബോഡിക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടാകും. ആക്സിലറേഷനെ വിളിച്ച പേര് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എങ്ങനെയാണ് ക്യാപിറ്റൽ Gയുമായി റിലേറ്റ് ചെയ്യുന്നത്. സ്മോൾ g ഈസ് ഈക്വൽ ടു Gm/r² ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം പറയാം, G ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r², വേർ r ഈസ് ദ റേഡിയസ് ഓഫ് ദ എർത്ത്. കണ്ടോ, അപ്പോൾ എർത്തിൻ്റെ റേഡിയസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജിയുടെ വാല്യൂ മാറും. നമുക്കറിയാം എർത്തിൻ്റെ ഷേപ്പ് ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല, പല സ്ഥലങ്ങളിലും റേഡിയസ് വേരി ചെയ്യും. അങ്ങനെയെങ്കിൽ തീർച്ചയായും എർത്തിൻ്റെ സർഫസിൽ പോലും ജിയുടെ വാല്യൂ പല സ്ഥലത്തും പല വാല്യൂസ് ആയിരിക്കും. അതുപോലെ മാസ് ഓഫ് ദ എർത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് മാസ് m ഈസ് ഈക്വൽ ടു gr²/g എന്ന് എഴുതാം. അതുപോലെ ഡെൻസിറ്റി നമുക്ക് എഴുതാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. അപ്പോൾ നമുക്ക് കിട്ടിയ മാസിനെ വോളിയമായ 4/3πr³ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഡെൻസിറ്റിയും കിട്ടും. ഓക്കെ, അപ്പോൾ മാസ് കണ്ടുപിടിക്കാം, ഡെൻസിറ്റി കണ്ടുപിടിക്കാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഇക്വേഷൻ ഇതാണ്, G ഈക്വൽ ടു Gm/r². G എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, എർത്തിൻ്റെ മാസ് ഒരു കോൺസ്റ്റന്റ് ആണ്. അതുപോലെ ക്യാപിറ്റൽ R മാത്രമാണ് വേരി ചെയ്യുന്നത് എർത്തിൻ്റെ ഷേപ്പിനനുസരിച്ച്. അപ്പോൾ എല്ലാ ബോഡികളെയും എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബോഡികൾ വീഴുന്നതിനെ നമ്മൾ ഫ്രീ ഫോൾ എന്ന് വിളിക്കുന്നു. ഫ്രീ ഫോളിലുള്ള ബോഡിയുടെ ആക്സിലറേഷനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് വിളിക്കുക. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെയാണ്, Gm/r². ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പല കാരണങ്ങളാൽ വേരി ചെയ്യാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരി ചെയ്യുന്ന റീസണുകളിൽ ഒന്ന് ഓൾട്ടിറ്റ്യൂഡാണ്, ഹൈറ്റ്. ഒരു ബോഡി എത്ര ഹൈറ്റ് മുകളിലാണ് ഇരിക്കുന്നത് അതിനനുസരിച്ച് ആ ബോഡിയുടെ വെയിറ്റ് വേരി ചെയ്യാം. അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കി, ഇത് നമ്മുടെ എർത്താണ്. എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. സർഫസിൽ നിന്ന് വീണ്ടും കുറച്ച് ഹൈറ്റ് കൂടി നമ്മൾ മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോകുന്ന ഹൈറ്റ് h ആണ്. ഇവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതിയാൽ അത് Gm ഡിവൈഡഡ് ബൈ, ഇപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് R അല്ല, R+h ആണ്. സോ ദാറ്റ് ഈസ് R+h² എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ കണ്ടോ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ GH ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം Gm/R+h² എന്ന് എഴുതാം. ഇനി എച്ചിൻ്റെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ, എച്ചിൻ്റെ വാല്യൂ R-നേക്കാൾ വളരെ ചെറുതാണെങ്കിൽ, h ഈസ് വെരി വെരി ലെസ് ദാൻ R, അങ്ങനെയെങ്കിൽ നമ്മുടെ GH നമുക്ക് എഴുതാം ഇങ്ങനെ, GH ഈസ് ഈക്വൽ ടു G × 1 - 2h ഡിവൈഡഡ് ബൈ R എന്ന് എഴുതാം.
ഇപ്പോൾ കണ്ടോ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണ്, gm/r+h². ഇനി ഈ എച്ചിൻ്റെ വാല്യൂ ആറിനേക്കാൾ വളരെ ചെറുതാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല GH = g × 1 - 2h/r എന്നാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് g - gh എങ്ങനെ എഴുതാം നോക്കി. ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്താൽ GH = g - 2gh /r എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് g - gh എന്ത് വരും? ഈ ഫോർമുലയിൽ നിന്ന് g - gh നമ്മൾ എഴുതിയതായി ഇങ്ങനെ വരും, 2gh /r. അപ്പോൾ നോക്കുക, എർത്തിൻ്റെ സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റ് മുകളിലുള്ള ഒരു പോയിന്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ജനറൽ ഇക്വേഷൻ ഇതാണ്. അവിടെ ആറിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ നമുക്കത് എച്ച് കൂടി വന്നപ്പോൾ r+h² ആയി. ഈ ഫോർമുല നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? എച്ചിൻ്റെ വാല്യൂ ആറിനോട് കമ്പയറബിൾ ആണെങ്കിൽ, ഈ എച്ചിൻ്റെ വാല്യൂ ആറിനോട്, എർത്തിൻ്റെ റേഡിയസ് ആർ എന്ന് പറയുന്നത് 6400 കിലോമീറ്റർ ആണ് നിയർലി. അപ്പോൾ ഏതാണ്ട് വലിയ വാല്യൂസ് ആണ് എച്ചിന് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി എച്ചിൻ്റെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ചെറിയ 100 മീറ്റർ 200 മീറ്റർ ആ റേഞ്ചിലാണ് വരുന്നതെങ്കിൽ ഈ 6400 കിലോമീറ്ററിനോട് കമ്പയറബിൾ അല്ല. അപ്പോൾ ആ കേസുകളിൽ നമുക്ക് എച്ചിനെ ഒഴിവാക്കാം. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ വരുന്നത് g × 1 - 2h/r എന്നുള്ള ടൈമിലായിരിക്കും. അപ്പോൾ അവരുടെ ഡിഫറൻസ് എത്രയെന്ന് ചോദിച്ചാൽ എത്രയാ? 2gh/r ആയിരിക്കും. നമുക്കറിയാം m മാസുള്ള ഒരു ബോഡിയെ എർത്ത് താഴേക്ക് പിടിച്ച് വലിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ g ആണെങ്കിൽ ആ ബോഡിയുടെ പുറത്ത് എർത്ത് എക്സേർട്ട് ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. അപ്പോൾ നോക്കി, m മാസുള്ള ഒരു ബോഡിയെ g ആക്സിലറേഷനോട് കൂടി താഴേക്ക് പിടിച്ച് വലിച്ചാൽ അയാളുടെ പുറത്ത് എർത്ത് കൊടുക്കുന്ന ഫോഴ്സ് mg അല്ലേ? ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെയിറ്റ് ഓഫ് എ ബോഡി. അപ്പോൾ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? m × g, where g is the acceleration due to gravity. ഇപ്പോൾ നമ്മൾ കണ്ടു, മുകളിലേക്ക് പോകുമ്പോൾ ജിയുടെ വാല്യൂവിനുണ്ടാവുന്ന വേരിയേഷൻ, ഹൈറ്റ് കാരണം ജിക്ക് ഉണ്ടാവുന്ന വേരിയേഷൻ കണ്ടോ, g - gh ΔG. ഈ g - gh എന്ന് പറഞ്ഞാൽ ആരാണ്? ചേഞ്ച് ഇൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് എത്ര വരും? 2gh /r ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ΔG അല്ലെങ്കിൽ g - gh ഈ ഹൈറ്റിന് എങ്ങനെയാ? പ്രൊപ്പോർഷണൽ അല്ലേ? നമുക്ക് അവിടെ നിന്ന് എഴുതാം, ΔG ഈസ് പ്രൊപ്പോർഷണൽ ടു ഹൈറ്റ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. g - gh അഥവാ ജിയിലുണ്ടായ വേരിയേഷൻ അത് ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഹൈറ്റ് കൂടുന്തോറും ഈ ΔGയുടെ വാല്യൂവും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ജിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ ഫോർമുലയും പിടികിട്ടി. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പെർസെൻറ്റേജ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, എർത്തിൻ്റെ സർഫസിലിരിക്കുമ്പോൾ ബോഡിയുടെ ആക്സിലറേഷൻ g ആണ്. അത് സർഫസിന് മുകളിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായി മാറി? GH ആയി മാറി. g ആണോ GH ആണോ വലുത്? എപ്പോഴും എർത്തിൻ്റെ സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും വലുത്. മുകളിലേക്ക് പോകുമ്പോൾ ജിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടായ ചേഞ്ച് കണ്ടുപിടിക്കാൻ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ ΔG എന്ന് പറയുന്നത് സർഫസിലെ വാല്യൂ മൈനസ് ഒരു ഹൈറ്റിലെ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിലെ വാല്യൂ. അപ്പോൾ ഇതായിരിക്കുമല്ലോ ഉണ്ടായ ചേഞ്ച്. ഇനി പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയാണ്? ഉണ്ടായ ചേഞ്ചിനെ ആക്ച്വൽ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം × 100. ഇപ്പോൾ കണ്ടോ, പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ എപ്പോഴും എങ്ങനെയാണ്? എത്ര ചേഞ്ച് ചെയ്തു ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു × 100. അപ്പോൾ ΔG എന്ന് പറഞ്ഞാൽ ആരാ? g - gh. ഔട്ട് ഓഫ് എത്ര ഉണ്ടായിരുന്നു സർഫസിൽ? g × 100. ഇനി നമ്മൾ പഠിച്ചല്ലോ, g - gh അഥവാ ΔG എന്ന് പറഞ്ഞാൽ ആരാണ്? 2gh അല്ലേ? അപ്പോൾ 2gh / g എന്നല്ലേ വരിക. അപ്പോൾ 2gh. അപ്പോൾ നമുക്ക് എഴുതാം, ΔG എന്ന് പറഞ്ഞാൽ ആരാ? 2gh/r ആണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു g യുടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ജിയും ജിയും ക്യാൻസൽ ആവുന്നു. ബാക്കി വരുന്ന 2h/r × 100% എന്നായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ച് ചെയ്താൽ അതുപോലെ തന്നെ വെയിറ്റ് മാറില്ലേ? കാരണം വെയിറ്റ് W = mg ആണ്. വെയിറ്റ് W = mg ആണ്. അപ്പോൾ ജിക്ക് എന്ത് വേരിയേഷൻ ഉണ്ടാവുന്നോ അതേ വേരിയേഷൻ വെയിറ്റിനും ഉണ്ടാവും. അപ്പോൾ പെർസെൻറ്റേജ് വേരിയേഷൻ ഇൻ വെയിറ്റ് ചോദിച്ചാലും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. കാരണം ജിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നോ അതുപോലെ ചേഞ്ച് ചെയ്യുന്ന ആളാണ് വെയിറ്റ്. മാസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ മാറില്ല. അപ്പോൾ ഫൈൻഡ് ദ പെർസെൻറ്റേജ് വേരിയേഷൻ ഇൻ ജി എന്നോ ഫൈൻഡ് ദ പെർസെൻറ്റേജ് വേരിയേഷൻ ഇൻ വെയിറ്റ് എന്നോ ചോദിച്ചാൽ ചെയ്യേണ്ടത് ഇങ്ങനെ 2h/r × 100 ആയിരിക്കും. ആ ഹൈറ്റ് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. 2h/r × 100 ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വെയിറ്റും കിട്ടും, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കിട്ടും. ഒരു ചോദ്യം ഇങ്ങനെയാണ്, എർത്തിൻ്റെ സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ പകുതി ആക്സിലറേഷൻ കിട്ടുന്ന ഹൈറ്റ് ഏതാണ്? ചോദ്യം ഇങ്ങനെ, നമ്മുടെ എർത്തിൻ്റെ സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു
ഗ്രാവിറ്റി ജി ആണെങ്കിൽ എത്ര ഹൈറ്റ് മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g/2 ആയിട്ട് മാറുക? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമുക്കറിയാം ഹൈറ്റിലുള്ള, ഇപ്പോൾ ഇത് h ഹൈറ്റ് ഉയരെ ചെല്ലുമ്പോഴാണ് g/2 ആകുന്നതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് gh ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്കറിയാമല്ലോ. gh ഈസ് ഈക്വൽ ടു എന്താണ്? gm ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ എന്നാണ്. gh ഈസ് ഈക്വൽ ടു gm ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ gh ഈസ് ഈക്വൽ ടു, ഈ gm ആരാണ്? gr സ്ക്വയർ അല്ലേ? അപ്പോൾ gr സ്ക്വയർ ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ഈ gh എന്ന് പറയുന്നത് g/2 ആയി മാറണം. അപ്പോൾ gh എന്ന് പറയുന്നത് g/2 ആയി മാറി. g/2 ഈക്വൽ ടു, ഇവിടെയാണെങ്കിലും അത് gr സ്ക്വയർ ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ആരൊക്കെ ക്യാൻസൽ ആവുന്നു? ഈ ജിയും ജിയും ക്യാൻസൽ ആവുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2r സ്ക്വയർ ഈക്വൽ ടു r പ്ലസ് h ദ ഹോൾ സ്ക്വയർ. നോക്കി, ഇവിടെ നമുക്ക് കിട്ടിയ ഈ റിലേഷനിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2r സ്ക്വയർ. രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ √2r, റൈറ്റ് സൈഡിൽ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അത് r പ്ലസ് h ആയി മാറുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് h ആണ്. അങ്ങനെയെങ്കിൽ h ഇസ് ഈക്വൽ ടു √2r മൈനസ് r. ദാറ്റ് ഈസ് ഈക്വൽ ടു, r നമ്മൾ കോമൺ എടുത്താൽ √2 മൈനസ് 1 ഇൻറ്റു r എന്ന് കിട്ടും. √2ൻ്റെ വാല്യൂ 1.41 ആണ്. അപ്പോൾ 1.41 എന്ന് 1 കുറച്ചാലോ 0.41 ടൈംസ് r. അപ്പോൾ ഇത്രയും ഹൈറ്റ് മുകളിൽ ചെല്ലുമ്പോഴായിരിക്കും ജിയുടെ വാല്യൂ എന്തായി മാറുക? g/2 ആയിട്ട് മാറുക. വേരിയേഷൻ ഓഫ് g ഡ്യൂ ടു ഡെപ്ത്. ഇപ്പോൾ നമ്മൾ എർത്തിൻ്റെ സർഫസിലിരിക്കുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്. മുകളിലേക്ക് പോയപ്പോൾ അത് gh ആയി കുറഞ്ഞു. എന്നാൽ ഇനി എർത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ജിയുടെ വാല്യൂവിന് എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് നോക്കി, ഇവിടെ നമുക്ക് എർത്ത് കാണാം. എർത്തിൻ്റെ റേഡിയസ് r ആണ്. സെൻറ്റർ ഓയിൽ നിന്ന് സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് r ആണ്, ക്യാപിറ്റൽ r ആണ്. സോ ആ സർഫസിൽ നിന്ന് d ഡിസ്റ്റൻസ് താഴേക്ക് ചെന്നാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായി മാറും? അപ്പോൾ ഈ എർത്തുണ്ട്, എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ r ആണ്. എർത്തിൻ്റെ സർഫസിൽ നിന്നും d ഡെപ്ത് താഴേക്ക് ചെല്ലുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായി മാറും? ഇതിൻ്റെ ഡെറിവേഷനൊക്കെ നമുക്കറിയാം. നമുക്ക് കിട്ടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആ d ഡെപ്തിലെ ആക്സിലറേഷൻ ഞാൻ gd എന്ന് എഴുതാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ ഡെപ്ത് d. gd ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഇങ്ങനെയാണ്, g ഇൻറ്റു 1 മൈനസ് d ഡിവൈഡഡ് ബൈ r. അപ്പോൾ കണ്ടോ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ ഡെപ്ത് എന്ന് പറയുന്നത് g ഇൻറ്റു 1 മൈനസ് d/r ആണ്. അപ്പോൾ തീർച്ചയായും ഇവിടെയും ജിയുടെ വാല്യൂ എന്ത് ചെയ്യാണ്? കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ ജി, ഡെൽറ്റ ജി എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ സർഫസിലെ വാല്യൂ മൈനസ് ഡെപ്തിലെ വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്, gd ഡിവൈഡഡ് ബൈ r. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ ഡെൽറ്റ ജി. അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം, പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ്, എത്ര ചേഞ്ച് ഉണ്ടായി ഔട്ട് ഓഫ് ആകെ എത്ര ഉണ്ടായിരുന്നു ഇൻറ്റു 100. ഇങ്ങനെയാണ് നമ്മളെപ്പോഴും പെർസെൻറ്റേജ് വേരിയേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഡെൽറ്റ ജി നമുക്ക് കിട്ടി gd/r ആണ്. അപ്പോൾ ഡെൽറ്റ ജിക്ക് പകരം g ഇൻറ്റു d ഡിവൈഡഡ് ബൈ r ഡിവൈഡഡ് ബൈ വീണ്ടും ഡെൽറ്റ ജി ബൈ ജി അല്ലേ, ഇൻറ്റു 100%. അപ്പോൾ ജിയും ജിയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടുന്നത് ഇങ്ങനെ d/r ഇൻറ്റു 100. ഇത്രയുമായിരിക്കും ഡെപ്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് വേരിയേഷൻ. അപ്പോൾ എർത്തിൻ്റെ റേഡിയസ് r ആണ്. സർഫസിൽ നിന്നും d ഡെപ്ത് താഴെയാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി gd എന്ന് പറയുന്നത് g ഇൻറ്റു 1 മൈനസ് d/r ആണ്. അപ്പോൾ അവിടുത്തെ ഡെൽറ്റ ജി നമുക്ക് gd/r എന്നും പെർസെൻറ്റേജ് വേരിയേഷൻ ആണെങ്കിൽ d/r ഇൻറ്റു 100 എന്നും കിട്ടും. ഓർക്കുക, ഹൈറ്റിലേക്ക് പോകുമ്പോൾ പെർസെൻറ്റേജ് വേരിയേഷൻ എത്രയാണ്? 2h/r ഇൻറ്റു 100. ഹൈറ്റിലേക്ക് പോകുമ്പോൾ പെർസെൻറ്റേജ് വേരിയേഷൻ 2h/r ഇൻറ്റു 100 ആണെങ്കിൽ ഡെപ്തിലേക്ക് പോകുമ്പോൾ അത് d/r ഇൻറ്റു 100 ആയിരിക്കും. എർത്തിൻ്റെ സർഫസിലെ വാല്യൂ നമുക്ക് അറിയാം g ആണ്. ഹൈറ്റിൽ ചെല്ലുമ്പോൾ അത് gh ആകും, ഡെപ്തിലാവുമ്പോൾ അത് gd ആവും. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് ഈ gh-ഉം gd-യും ഈക്വൽ ആവുക? gh-ഉം g ഡെപ്തും ഈക്വൽ ആകാനുള്ള കണ്ടീഷൻ എന്ത്? ഈ ഹൈറ്റും ഡെപ്തും തമ്മിൽ എന്താണ് റിലേഷൻ? അപ്പോൾ നമുക്കറിയാം, gh ഇക്വേഷൻ നമുക്കറിയാമല്ലോ, gh ഈസ് ഈക്വൽ ടു g ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ r ആണ്. അതേസമയം g ഡെപ്ത് ആണെങ്കിലോ,
ജി ഡെപ്ത് ഇക്വേഷൻ ഇങ്ങനെ ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. അപ്പോൾ ജി എച്ച് ആണെങ്കിൽ ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആറും ജി ഡെപ്ത് ആണെങ്കിൽ ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ചോദ്യം എപ്പോഴാണ് ജി എച്ചും ജി ഡിയും ഈക്വൽ ആവുക? അപ്പോൾ നമുക്ക് ഈ രണ്ടുപേരെയും കൂടി ഇക്വേറ്റ് ചെയ്താൽ പോരെ. ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഡെപ്ത് ആണ്. അപ്പോൾ ആരേക്ക് ഇക്വേറ്റ് ചെയ്യാം? ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ ജി എച്ചിൻ്റെയും ജി ഡെപ്തിൻ്റെയും ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജിയും ജിയും ക്യാൻസലായി പോകുന്നു. 1 മൈനസ് 2h ബൈ ആർ ഈക്വൾ ടു 1 മൈനസ് ഡി ബൈ ആർ ആണ്. അങ്ങനെയെങ്കിൽ 2h ബൈ ആർ തന്നെ ആയിരിക്കണമല്ലോ ഡി ബൈ ആർ. അപ്പോൾ അവിടുത്തെ ആറും കൂടി നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിലേഷൻ ഇങ്ങനെയാണ്: 2h ഈസ് ഈക്വൽ ടു ഡി, അല്ലെങ്കിൽ h ഈസ് ഈക്വൽ ടു ഡി ബൈ 2. ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴായിരിക്കും ജി എച്ചും ജി ഡിയും ഈക്വൽ ആകുക. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ജി ഹൈറ്റും ജി ഡെപ്തും ഈക്വൽ ആവുന്ന കണ്ടീഷൻ 2h ഈസ് ഈക്വൽ ടു ഡി ആയിരിക്കണം, അല്ലെങ്കിൽ h ഈക്വൽ ടു ഡി ബൈ 2 ആയിരിക്കണം. അപ്പോൾ ജി എച്ചും ജി ഡിയും ഈക്വൽ ആകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ കാണാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ: അറ്റ് വാട്ട് ഹൈറ്റ് എബോവ് ദ എർത്ത് സർഫസ് ദ വാല്യൂ ഓഫ് ജി ഈസ് സെയിം ആസ് ഇൻ എ മൈൻ 80 കിലോമീറ്റർ ഡീപ്പ്. അതായത് എർത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 80 കിലോമീറ്റർ പോകുന്നു. അപ്പോൾ ഡെപ്ത് എത്രയാ? 80 കിലോമീറ്റർ. ഈ ഡിസ്റ്റൻസിൽ, ഈ ഡെപ്തിൽ നമുക്ക് കിട്ടുന്ന അതേ ജിയുടെ വാല്യൂ എത്ര ഹൈറ്റ് മുകളിലായിരിക്കും കിട്ടുക? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഡെപ്തിലെ ഇക്വേഷൻ നമുക്കറിയാം, ഹൈറ്റിലെ ഇക്വേഷനും നമുക്കറിയാം. ഇനി നമുക്കറിയാം ഈ ഡെപ്തിലുള്ള അതേ വാല്യൂ എച്ചിൽ കിട്ടണമെങ്കിൽ റിലേഷൻ എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട് 2h ഈസ് ഈക്വൽ ടു ഡി ആണ്. നമുക്ക് വേണ്ടത് h അല്ലേ? അങ്ങനെയെങ്കിൽ h ഈസ് ഈക്വൽ ടു ഡി ബൈ 2 ആണ്. ഡി തന്നിരിക്കുന്നു, അപ്പോൾ ആൻസർ 80 ബൈ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 40. നമുക്ക് മറ്റ് ഇക്വേഷൻസിൻ്റെ ഒന്നും സഹായമില്ലാതെ വളരെ പെട്ടെന്ന് എഴുതാം. ഡെപ്ത് തന്നിരുന്നു, ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2h ഈക്വൽ ടു ഡി ആണെന്നുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം, രണ്ടുപേരും ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ. അങ്ങനെയെങ്കിൽ h ഡി ബൈ 2 ആണ്. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ എഴുതാം, മറ്റ് സ്റ്റെപ്പുകളുടെ ഒന്നും ആവശ്യമില്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ച് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒന്നാമത്തെ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ജിയുടെ വാല്യൂ കുറയും, അതുപോലെ ഡെപ്തിലേക്ക് പോകുമ്പോഴും ജിയുടെ വാല്യൂ കുറയും. മറ്റൊരു ഫാക്ടറിനെ കുറിച്ച് കൂടിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ: the variation of g on earth's surface due to shape of the earth, why does the weight of the body increases when it is taken from the equator to the pole? ഒരു ബോഡി ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടാണ് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇത് നമ്മൾ ഷേപ്പ് ഓഫ് ദ എർത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയാൻ പോകുന്നത്. എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ഫിയർ ആണോ? എർത്ത് ഒരു പെർഫെക്റ്റ് സ്ഫിയർ ആയിരുന്നുവെങ്കിൽ അതിൻ്റെ എല്ലാ ഡയറക്ഷനിലേക്കും നമുക്ക് റേഡിയസ് വരച്ചാൽ സെയിം ഡിസ്റ്റൻസ് തന്നെ കിട്ടിയേനെ. പക്ഷേ എർത്തിൻ്റെ ഷേപ്പ് ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല, പകരം അത് ജിയോയിഡൽ ഷേപ്പ് എന്നാണ് അറിയപ്പെടുക. അതിൻ്റെ പോളാർ റീജിയനുകൾ ഫ്ലാറ്റൻ ചെയ്തും ഇക്വറ്റോറിയൽ റീജിയൻ ബൾജ് ചെയ്തും ഇരിക്കും. അപ്പോൾ അതിൻ്റെ റേഡിയസ് നമ്മൾ മാർക്ക് ചെയ്താൽ അതിന് ഇക്വറ്റോറിയൽ റീജിയണിൽ റേഡിയസ് കൂടുതലും പോളാർ റീജിയണിൽ റേഡിയസ് കുറവാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്കറിയാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷനിൽ നമ്മൾ തന്നെ പറഞ്ഞു ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ്, വേർ ആർ ഈസ് ദ റേഡിയസ്. അപ്പോൾ ഈ റേഡിയസ് മാറിയാൽ ജിയുടെ വാല്യൂ മാറും. അപ്പോൾ നോക്കൂ, നമുക്ക് എവിടെയാണ് റേഡിയസ് കൂടുതൽ? ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് റേഡിയസ് കൂടുതലും പോളാർ റീജിയണിൽ റേഡിയസ് കുറവുമാണ്. അപ്പോൾ നോക്കി, ജിയും റേഡിയസും നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ, 1/r സ്ക്വയർ. അപ്പോൾ എവിടെ റേഡിയസ് കൂടുന്നോ അവിടെ നമുക്ക് എന്ത് ചെയ്യും? ജിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് റേഡിയസ് കൂടുതലായതിനാൽ ജിയുടെ വാല്യൂ കുറവായിരിക്കും, പോളാർ റീജിയണിൽ ജിയുടെ വാല്യൂ കൂടുതലും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രം നോക്കുമ്പോൾ അറിയാം, എർത്തിൻ്റെ ഷേപ്പ് ഒരു ഫ്ലാറ്റൺ ചെയ്ത രീതിയിലാണ്. ഇവിടെ കാണുന്നത് നമ്മുടെ ഇക്വറ്റോറിയൽ റേഡിയസ്, ഇത് കൂടുതലാണ് ആരെക്കാട്ടിലും? പോളാർ റേഡിയസിനെക്കാട്ടിലും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ജി ഇക്വേറ്റർ എന്ന് പറയുന്നത് ജി പോളാറിനേക്കാൾ എന്തുകൊണ്ടും കുറവായിരിക്കണം. അങ്ങനെയെങ്കിൽ റിലേഷൻ ഇതാണ്: ജി ഇക്വറ്റോറിയൽ ഈസ് ലെസ് ദാൻ ജി പോളാർ. ബിക്കോസ് എന്താ കാരണം? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റേഡിയസ് ഇക്വറ്റോറിയൽ റീജിയനിൽ കൂടുതലാണ്, പോളാർ റീജിയനിലേക്കാട്ടിലും. വേരിയേഷൻ ഓഫ് ജിയെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്കറിയാം, ജിയുടെ വാല്യൂ സർഫസിൽ മാക്സിമം ആണ്, മുകളിലേക്ക് പോകുമ്പോൾ കുറയും, അതുപോലെ ഡെപ്തിലേക്ക് പോയാലും കുറയും. നോക്കി, മുകളിലേക്ക് പോകുമ്പോഴുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇതല്ലേ, ആർ പ്ലസ് എച്ച്. അതിന് നമുക്ക് സ്മോൾ ലെറ്റർ ആർ എന്ന് വിളിക്കാം. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ആർ ആണ്. ആ ജി എച്ചും ആറും തമ്മിൽ എന്താ റിലേഷൻ? ഇക്വേഷൻ നോക്കുമ്പോൾ അറിയാം, ജി എച്ച് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ അല്ലെങ്കിൽ സെൻറ്റർ.
അതേസമയം ഡെപ്തിൻ്റെ ഇക്വേഷൻ നോക്കി ജി ഡെപ്ത് ഈക്വൽ ടു ജി ഇൻറ്റു ആർ മൈനസ് ഡി ബൈ ആർ ആണ്. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള അകലം ആർ മൈനസ് ഡി അല്ലേ, അതിന് നമുക്ക് ആർ എന്ന് എഴുതാം. അപ്പോൾ ഈ ജി ഡിയും സ്മോൾ ലെറ്റർ ആറും തമ്മിൽ റിലേഷൻ എന്താ? ഡെപ്തിൽ ജി ഡി പ്രൊപ്പോർഷണൽ ടു ദിസ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ നമുക്കറിയാം. എർത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഡിസ്റ്റൻസും ജിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണലും, സർഫസിന് പുറത്താണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിലാണെങ്കിൽ ഹൈറ്റിലാണെങ്കിൽ ജി എച്ച് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ എ ഈക്വൽ ടു 0 എന്ന് കൊടുത്തിരിക്കുന്നത് എർത്തിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എർത്ത് ഉണ്ടെന്ന് കരുതുക. എർത്തിൻ്റെ സെൻറ്ററിനെയാണ് ഇവിടെ എ എന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആർ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ആർ ഈക്വൽ ടു 0. നമുക്കറിയാം എർത്തിൻ്റെ സെൻറ്ററിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കിവിടെ 0. ഇനി നോക്കി, എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ സർഫസിലേക്ക് പോവുകയാണ്. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് സർഫസിലേക്ക് പോകുമ്പോൾ എർത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എർത്തിൻ്റെ ഉള്ളിൽ ഡെപ്തിലുള്ള റിലേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. അങ്ങനെ നമ്മൾ വാല്യൂ കൂടി സർഫസിലെത്തിയപ്പോഴേക്കും ജിയുടെ വാല്യൂ മാക്സിമത്തിലെത്തി. ഇനി നമ്മൾ സർഫസ് വിട്ട് പുറത്തേക്ക് പോവാണ്, ഹൈറ്റിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ഹൈറ്റിലേക്ക് പോകുമ്പോൾ ജിയുടെ വാല്യൂ ആറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും ജിയുടെ വാല്യൂ കുറയും. എങ്ങനെ? സ്ക്വയർ ആയിട്ട് കുറയും. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ഒരു ഹൈപ്പർബോളയായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ കുറഞ്ഞ് ഇതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോഴേക്കും 0 ആകും. അപ്പോൾ ഗ്രാഫ് കണ്ടോ, സെൻറ്ററിൽ 0, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കൂടി സർഫസിൽ മാക്സിമം, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ വാല്യൂ വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് ജിയുടെ വാല്യൂ മാക്സിമം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാം എർത്തിൻ്റെ സർഫസിലായിരിക്കും. എവിടെയാണ് ജിയുടെ വാല്യൂ 0 ആവുക? ജിയുടെ വാല്യൂ 0 ആവുന്നത് എവിടെയാണ്? അറ്റ് ദ സെൻറ്റർ. അതുപോലെ അങ്ങ് ദൂരെ ചെല്ലുമ്പോൾ ഇൻഫിനിറ്റിയിൽ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും? 0-ലെത്തും. അപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ ജിയുടെ വാല്യൂ 0 എന്ന് നമുക്ക് പറയാം. എവിടേക്കാ? ഒന്ന് ഇൻഫിനിറ്റിയിലും മറ്റൊന്ന് സെൻറ്റർ ഓഫ് ദ എർത്തിലും. എവിടെയാണ് മാക്സിമം? സർഫസിൽ. അതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിൽ എങ്ങനെ വേരി ചെയ്യും? പ്രൊപ്പോർഷണലായി വേരി ചെയ്യും. ഔട്ടർ റീജിയനിലാണെങ്കിലോ ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആയിട്ടായിരിക്കും അത് വേരി ചെയ്യുക. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് ഓർത്തിരിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വേരിയേഷൻ ഓഫ് ജിയുടെ ഗ്രാഫ്, ആ ഗ്രാഫ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വേരി ചെയ്യുന്നത്? എങ്ങനെയാണ് അത് വേരി ചെയ്യുന്നത്? ഇങ്ങനെ സെൻറ്ററിൽ 0, സർഫസിലേക്ക് പോകുമ്പോൾ കൂടി മാക്സിമത്തിലെത്തും. ഇനി അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞ് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസും അതുപോലെ ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമാണ് പ്ലോട്ട് ചെയ്യുന്നത്. സെയിം ഷേപ്പ് വരുന്ന മറ്റു ചില ഗ്രാഫുകൾ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഇത് വേരിയേഷൻ ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ്. എന്നാൽ മറ്റൊരു ഗ്രാഫ് നോക്കിയോളൂ. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ. ഒന്നുകൂടി പറയുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ. അതിൻ്റെയും സെൻറ്ററിൽ 0, സർഫസിലാണ് മാക്സിമം, പുറത്തേക്ക് പോകുമ്പോൾ വാല്യൂ കുറയും. അപ്പോൾ അവിടെയും ഗ്രാഫ് കണ്ടാൽ ഒരുപോലെ തന്നെ. ഇനി മൂന്നാമത് നമ്മൾ ഒന്നുകൂടി പറയുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് വയർ. മാഗ്നറ്റിക് ഫീൽഡ് ബി, ഡിസ്റ്റൻസ് R. ഓക്കെ, ഇതൊരു കറണ്ട് ക്യാരിയിങ് വയറാണെന്ന് കരുതുക. ഈ കറണ്ട് ക്യാരിയിങ് വയറിലൂടെ പോകുന്ന കറണ്ടാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് I. അങ്ങനെയെങ്കിൽ ഈ കറണ്ട് കടന്നു പോകുന്ന ഈ വയറിൻ്റെ സെൻറ്ററിൽ അഥവാ ആക്സിസിൽ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. അതിൻ്റെ വാല്യൂ കൂടി സർഫസിലെത്തുമ്പോൾ മാക്സിമം, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാല്യൂ കുറയുകയും ചെയ്യും. അപ്പോൾ അവിടെയും ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ സെൻറ്ററിൽ 0, സർഫസിൽ മാക്സിമം, പിന്നീട് അങ്ങോട്ട് കുറയും. അപ്പോൾ കണ്ടോ, ഒരേ ഷേപ്പിൽ വരുന്ന 3 ഗ്രാഫുകൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡിസ്റ്റൻസ്. രണ്ടാമത് വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ. ഓർക്കുക, നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ. നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, ഇത് വേരിയേഷൻ ഓഫ് ജി, ഇത് വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് വയർ. 3 പേരുടെയും ഗ്രാഫിന് ഒരേ ഷേപ്പാണ്. 3 പേരുടെയും വാല്യൂ 0 ആകും. എവിടെ? 3 പേരുടെയും സെൻറ്ററിൽ വാല്യൂ 0. അതുപോലെ ഇനി 0 കിട്ടുന്ന മറ്റൊരു വാല്യൂ എവിടെയെന്ന് വെച്ചാൽ അങ്ങ് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ എല്ലാവരും ഇൻഫിനിറ്റിയിൽ 0. എല്ലാവരുടെയും വാല്യൂ മാക്സിമം എവിടെയാണ്? ജി ആണെങ്കിൽ അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്ത്, ഇവിടെ ആണെങ്കിൽ സോളിഡ് സ്ഫിയറിൻ്റെ സർഫസിൽ, ഇവിടെ ആണെങ്കിൽ വയറിൻ്റെ സർഫസിൽ. അപ്പോൾ 3 പേർക്കും ഒരേ സ്വഭാവമാണ്, ഒരേ ഷേപ്പുള്ള ഗ്രാഫായിരിക്കും. കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി.
നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലെ ഇൻറ്റൻസിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് മാസ്. ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് മാസിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി. അതിനെ ഇ എന്നോ ഐ എന്നോ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് മാസ് ആണ്. നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ F = ma. അങ്ങനെയെങ്കിൽ F/m എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ലേ? അത് എർത്തിൻ്റെ കേസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് മറ്റാരുമല്ല, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെയാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത്? അപ്പോൾ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റിയുടെ ഗ്രാഫ് ചോദിച്ചാൽ വേരിയേഷൻ ഓഫ് ജിയുടെ അതേ ഗ്രാഫ് തന്നെ. കാരണം ഈ ജിയുടെ മറ്റൊരു പേരാണെന്ത്? ഇൻറ്റൻസിറ്റി, ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി. അപ്പോൾ ചോദ്യം, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി? നമുക്കറിയാം ഇത് F/m ആക്സിലറേഷൻ ആണ്. അങ്ങനെയെങ്കിൽ യൂണിറ്റ് m/s² ആണ്. സോ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി? ആക്സിലറേഷൻ ആയതുകൊണ്ട് തന്നെ L(t⁻⁻2) ആയിരിക്കും. അപ്പോൾ ഓർക്കുക, ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നൊക്കെ പറയുന്ന ആരാണ്? ഫോഴ്സ് പെർ യൂണിറ്റ്. ഇവിടെ മാസ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അത് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് മാസ്, ദാറ്റ് ഈസ് gm/r². നമുക്കറിയാലോ gm/r² എന്ന് പറഞ്ഞാൽ സ്മോൾ g ആണ്. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണെങ്കിലോ ഡെഫിനിഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദ സർഫസ്, അല്ലെങ്കിൽ ടു ദ പോയിന്റ്. എവിടെയാണോ അവിടുത്തെ പോയിന്റിലേക്ക് നമുക്ക് തന്നെ കൊണ്ടുവരണം. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വർക്ക് ബൈ മാസ് ആണ്. വർക്കിൻ്റെ യൂണിറ്റ് എന്താ? ജൂളാണ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. സോ ദാറ്റ് ഈസ് ജൂൾ പെർ കിലോഗ്രാം. അതിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക, -gm/r ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ -gm/r. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാമും ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ നമ്മൾ മൂവ് ചെയ്യിക്കുന്ന മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു മൂവ് എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്, അല്ലെങ്കിൽ ഫ്രം വൺ പോയിന്റ് ടു അനദർ. അപ്പോൾ നോക്കിയാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ -gm/r ആണ്. അതിനെ ഒരു മാസ് കൂടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയി. ഇനി നമുക്കറിയാം നമ്മുടെ പൊട്ടൻഷ്യൽ V ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആയിരിക്കും. dV/dr എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആയിരിക്കും. അപ്പോൾ നോക്കി, ഇങ്ങനെ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ മൂവ് ചെയ്യുന്നൊരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിക്ക് മോഷൻ കൊണ്ട് കൈനറ്റിക് എനർജി ഉണ്ടാകും. ആ ഫീൽഡിൻ്റെ പ്രസൻസ് കൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ½ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി -gm/r ആയിരിക്കും. അപ്പോൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ അയാൾക്ക് പ്രോസസ് ചെയ്യാൻ കഴിയുന്ന എനർജി ഡ്യൂ ടു ദിസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഒരു എനർജി കിട്ടും. അതിൻ്റെ പേര് പൊട്ടൻഷ്യൽ എനർജി -gm/r. ഇനി ആ ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ട്, വെലോസിറ്റി ഉണ്ടെങ്കിൽ കിട്ടുന്ന എനർജി കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ½ അപ്പോൾ രണ്ടിനെയും കൂടി സം ആയിരിക്കും ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി. സാറ്റലൈറ്റുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം എന്താണ് സാറ്റലൈറ്റ്. ഒരു പ്ലാനറ്റിനെ ചുറ്റി ഒരു നിശ്ചിത ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്ന ബോഡികളെയാണ് നമ്മൾ സാറ്റലൈറ്റുകൾ എന്ന് വിളിക്കുക. ഈ സാറ്റലൈറ്റുകൾ രണ്ട് തരത്തിലാകാം. ഒന്നിനെ നാച്ചുറൽ സാറ്റലൈറ്റ് എന്നും മറ്റൊന്നിനെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്നുമാണ് പറയുക. എന്താണ് നാച്ചുറൽ സാറ്റലൈറ്റ്? നമുക്കറിയാം ബൈ നേച്ചർ, നമ്മുടെ നേച്ചർ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നാച്ചുറൽ സാറ്റലൈറ്റ് അഥവാ മൂൺ എന്ന് വിളിക്കുക. നമ്മുടെ എർത്തിനെ സംബന്ധിച്ച് നമുക്ക് ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണുള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മൂൺ എന്നാണ്. ഏറ്റവും കൂടുതൽ നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ ജൂപ്പിറ്ററിനാണ്. അപ്പോൾ നമ്മുടെ ഹെവൻലി ബോഡി ആയിട്ട് നമുക്ക് അത് ബൈ ബർത്ത് നമ്മുടെ നേച്ചറിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് വിളിക്കുക. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് മാൻമെയ്ഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാറ്റലൈറ്റുകളും ഉണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാറ്റലൈറ്റുകളെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ എന്ന് പറയുന്നു. അങ്ങനെ ആദ്യമായിട്ടൊരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ ഓർബിറ്റിൽ എത്തിച്ചത് USSR ആണ്. ആ സാറ്റലൈറ്റിൻ്റെ പേര് ഇങ്ങനെയാണ്, സ്പുട്നിക് 1. നമ്മുടെ ഇന്നത്തെ റഷ്യ, അതാണ് USSR. അപ്പോൾ അവരെത്തിച്ച ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ പേര് ഇതാണ്, സ്പുട്നിക് 1 എന്നാണ്. ഇനി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ രണ്ട് തരത്തിലുണ്ടാകും. ഒന്നിനെ നമ്മൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്നും മറ്റൊന്നിനെ പോളാർ സാറ്റലൈറ്റ് എന്നുമാണ് പറയുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സാറ്റലൈറ്റുകളെ നമ്മുടെ ഓർബിറ്റിലേക്ക് നമ്മൾ എത്തിക്കുക? സാറ്റലൈറ്റിനെ ഓർബിറ്റിലേക്ക് എത്തിക്കാൻ നമുക്ക് ലോഞ്ചിങ് വെഹിക്കിൾസ് ഉണ്ട്, അഥവാ നമ്മൾ റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് ഇവരെ നമ്മൾ എത്തിക്കുക. അപ്പോൾ നമുക്കറിയാം ഒരു സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യുന്നതിൽ രണ്ട് പ്രോസസ്സുകളാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ അതിനെ വെർട്ടിക്കലി അപ്വേർഡ് മുകളിലേക്ക് പറഞ്ഞു വിടും. പിന്നീട് അതൊരു ലിമിറ്റ് കഴിയുമ്പോഴേക്കും അത് ഹൊറിസോണ്ടലായിട്ട് അതിനെ ഫയർ ചെയ്ത് നമ്മളൊരു നിശ്ചിത ഓർബിറ്റിലേക്ക് എത്തിക്കും. അങ്ങനെ ഒരു ഓർബിറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ
ആ ബോഡിയും നമ്മുടെ എർത്തും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സായി മാറുകയും ആ ബോഡി നമ്മുടെ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നോക്ക്, ഇത് നമ്മുടെ എർത്ത് ആണെങ്കിൽ ഇവിടെ നിന്ന് നമ്മളൊരു സാറ്റലൈറ്റിനെ ഇതാ ഇവിടെ ഓർബിറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സാറ്റലൈറ്റും നമ്മുടെ എർത്തും തമ്മിൽ എന്തുണ്ടാകും? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. ആ ഫോഴ്സ് ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്, അതൊരു സെൻട്രിപെറ്റൽ ഫോഴ്സായി മാറും. അപ്പോൾ നമ്മുടെ പ്ലാനറ്റ് ആയ എർത്ത് സാറ്റലൈറ്റിന് ചുറ്റും പിടിച്ച് കറക്കാൻ വേണ്ട ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ രണ്ട് ബോഡികൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് Gmm/r² ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മുടെ എർത്ത് ഈ സാറ്റലൈറ്റിൻ്റെ പുറത്ത് ചെയ്യുന്ന വർക്ക് 0 ആണ്. കാരണം ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ടുവേർഡ്സ് ദ സെൻറ്ററും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ടാൻജൻഷ്യലുമാണ്. അപ്പോൾ തീറ്റ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ വർക്ക് 0 ആയി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഓർബിറ്റിൽ എത്തിച്ച നമ്മുടെ സാറ്റലൈറ്റിന് അവിടെ റിവോൾവ് ചെയ്യണമെങ്കിൽ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുത്തതാരാണ്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അങ്ങനെ ആ ഫോഴ്സ് കിട്ടുമ്പോൾ നമ്മുടെ ഈ സാറ്റലൈറ്റിന് ഒരു നിശ്ചിത വെലോസിറ്റിയോട് കൂടിയായിരിക്കും അത് ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുക. അപ്പോൾ ഒരു ഓർബിറ്റിലൂടെ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്ന വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. V⁻O ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ, ഇക്വേഷൻ √Gm/r+h. അവിടെ നമുക്ക് ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ആ ഓർബിറ്റൽ വെലോസിറ്റിയിൽ നമ്മൾ ഈ h എന്നുള്ള നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ, എച്ചിൻ്റെ വാല്യൂ വളരെ ചെറുതായിട്ട് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിമ്പിൾ ഇക്വേഷൻ കിട്ടും. അതിങ്ങനെയാണ്: ഓർബിറ്റൽ വെലോസിറ്റി √Gr. ഓർക്കുക, ഒരു സാറ്റലൈറ്റിന് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നതിന് വേണ്ട നിശ്ചിത വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. അതിൻ്റെ വാല്യൂ √Gr ആണ്. G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ എർത്തുമായിരിക്കും. എസ്കേപ്പ് വെലോസിറ്റി. ഒരു ബോഡിക്ക് നമ്മളൊരു നിശ്ചിത വെലോസിറ്റി കൊടുത്താൽ അത് ചിലപ്പോൾ നമ്മുടെ ഈ സ്പേസ് വിട്ട് ഔട്ടർ സ്പേസിലേക്ക് പോകാം. നമ്മുടെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ട് എന്നേക്കുമായി ആ ബോഡി പുറത്തേക്ക് പോകാം. അങ്ങനെ പുറത്തേക്ക് പോകാൻ നമ്മൾ ആ ബോഡിക്ക് കൊടുക്കേണ്ടി വരുന്ന മിനിമം വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. ഒരു ബോഡിക്ക് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി വരുന്ന വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ നോക്കി, എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോർമുല ഇങ്ങനെയാണ്: √2Gr. റൂട്ടിന് അകത്താണ് √2Gr. G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും R എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസ് ഓഫ് ദി എർത്തുമാണ്. നമുക്ക് നോക്കിയാൽ ചില ഹെവൻലി ബോഡികളും അവരുടെ എസ്കേപ്പ് വെലോസിറ്റിയുമാണ് തന്നിരിക്കുന്നത്. മൂണാണെങ്കിൽ 2.3 km/s വേണം. മെർക്കുറി ആണെങ്കിൽ 4.28 km/s. ഇങ്ങനെ ഓരോ ഹെവൻലി ബോഡികൾക്കും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ നോക്കിയാൽ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതൊക്കെ ടേമുകളാണ് വരുന്നത്? G കോൺസ്റ്റൻ്റ് ആണ്. M മാസ് എന്ന് പറയുന്നത് ആ പ്ലാനറ്റ് ഏതാണോ അയാളുടെ മാസ്. R എന്ന് പറയുന്ന റേഡിയസ്. അപ്പോൾ ഇതിനകത്ത് എവിടെയും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ബോഡിയുടെ മാസിനെ കുറിച്ച് പറയുന്നില്ല. നോക്കി, ഇത് നമ്മുടെ ഒരു പ്ലാനറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ എർത്താണ്. ഇവിടെ നിന്ന് നമുക്കൊരു ബോഡിയെ പ്രൊജക്റ്റ് ചെയ്യണം, എന്നേക്കുമായി പുറത്തേക്ക് കളയണം. അയാളുടെ മാസ് M, എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ M, എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് കളയാൻ നമ്മൾ എത്ര വെലോസിറ്റിയാണ് കൊടുക്കേണ്ടി വരിക? വെലോസിറ്റി ഇതാണ് √2Gr. ഈ ഇക്വേഷനകത്ത് എങ്ങും തന്നെ നമ്മുടെ സ്മോൾ ലെറ്റർ M എന്നുള്ളൊരു ടേം വരുന്നില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് ഇതാണ്: എത്ര മാസമുള്ള ബോഡിയെ വേണമെങ്കിലും നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം, വെലോസിറ്റി ഇത് തന്നെ മതി, √2Gr. അതുപോലെ തന്നെ ഒരു പ്രത്യേക ആംഗിളിനെ കുറിച്ചോ ഇൻക്ലിനേഷനെ കുറിച്ചോ ഒന്നും നമുക്ക് തീറ്റ എന്നൊരു ടേം അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബോഡി നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാം. ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്താലും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്താലും എല്ലാം നമുക്ക് വേണ്ടി വരുന്ന വെലോസിറ്റി √2Gr തന്നെ. അപ്പോൾ ഓർക്കുക, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാസ് ഓഫ് ദ പ്രൊജക്റ്റഡ് ബോഡി ആൻഡ് ദ ആംഗിൾ ഓർ direction in which we are projecting this body. ഇക്വേഷൻ ഇതാണ് √2Gr. ഓരോ ബോഡികളുടെയും ഹെവൻലി ബോഡികളുടെയും എസ്കേപ്പ് വെലോസിറ്റി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാറ്റലൈറ്റിന് ഒരു ഓർബിറ്റിൽ, നിശ്ചിത ഓർബിറ്റിൽ സ്ഥിരമായി കറങ്ങുന്നതിന് വേണ്ടി വരുന്ന വെലോസിറ്റി നമ്മൾ വിളിക്കുന്ന പേര് ഓർബിറ്റൽ വെലോസിറ്റി എന്നാണ്. എന്നേക്കുമായി ഓർബിറ്റ് വിട്ടുപോകാൻ വേണ്ട വെലോസിറ്റി നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്നാണ് വിളിക്കുക. അങ്ങനെയെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റിയും എസ്കേപ്പ് വെലോസിറ്റിയും തമ്മിൽ റിലേഷൻ എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2 times VO ആയിരിക്കും. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് √2 times VO ആണ്. അപ്പോൾ ഇവരുടെ റേഷ്യോ നമ്മൾ നോക്കിയാൽ VE/VO
ഈസ് ഈക്വൽ ടു √2 ഡിവൈഡഡ് ബൈ 1 ആയിരിക്കും. V/VO എന്ന് പറയുന്നത് √2/1. അവരുടെ റേഷ്യോ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ എഴുതാം. ഇനി നോക്കിയാൽ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സാറ്റലൈറ്റിന് അതിൻ്റെ ഓർബിറ്റിൽ ഒരു തവണ കംപ്ലീറ്റ് ആയി റിവോൾവ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന സമയത്തെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിക്കുക. ആ ടൈം പീരീഡിൻ്റെ ഫോർമുലയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ആ എച്ചിനെ നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെ നെഗ്ലക്ട് ചെയ്താൽ നമുക്ക് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. T = 2π√r/g. ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് എച്ച് വളരെ ചെറുതാണ് എന്ന് കൺസിഡർ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. T = 2π√r/g. ഈ ഇക്വേഷൻ കണ്ടാൽ നമുക്കറിയാം ഇതൊരു നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ സെയിം ഫോർമാറ്റിലാണ്. 2π√L/g എന്നാണ് നമ്മൾ അവിടെ പഠിച്ചിരിക്കുക. ഇവിടെ എല്ലിന് പകരം എർത്തിൻ്റെ റേഡിയസ് ആണെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് എ സാറ്റലൈറ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ, എർത്തിൻ്റെ സർഫസിൽ നിന്നും എത്ര ഉയരം മുകളിലായിരിക്കണം എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻ നമ്മൾ +1 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളെ നമുക്ക് വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളെന്നും പോളാർ സാറ്റലൈറ്റുകളെന്നും. അതിൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളുടെ ഫീച്ചേഴ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിന് പാരലായിട്ടായിരിക്കണം അവരുടെ ഓർബിറ്റ്. ഉദാഹരണത്തിന് ഇത് നമ്മുടെ എർത്ത് ആണെങ്കിൽ അതിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിലൂടെയുള്ള ഒരു ഓർബിറ്റിലൂടെ ആയിരിക്കണം ഇയാൾ ചുറ്റുന്നത്. മാത്രമല്ല അത് എർത്തിൻ്റെ സെയിം ടൈം പീരീഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 24 hours ആയിരിക്കണം ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളുടെയും ടൈം പീരീഡ്. മാത്രമല്ല അവരുടെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ഏതാണ്ട് എർത്തിൻ്റെ സർഫസിൽ നിന്ന് 36,000 കിലോമീറ്റർ മുകളിലായിരിക്കണം. 36,000 കിലോമീറ്ററുകളോളം മുകളിലായിരിക്കണം. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളുടെ സെൻസ് ഓഫ് റൊട്ടേഷൻ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. അതായത് എങ്ങോട്ടാണോ എർത്ത് സ്പിൻ ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കണം ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളും റിവോൾവ് ചെയ്യേണ്ടത്. അവരുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 hours ആണ്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇത് വളരെ ഉയരത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളായിരിക്കും. ഇനി ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളുടെ പ്രത്യേകത നമുക്ക് വെതർ ഫോർകാസ്റ്റിങ്ങിനായിട്ട് ഇവരെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി നമുക്ക് ഇവരെ ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ചാപ്റ്ററിൽ അറിയാം നമുക്ക്. ഇത് നമ്മുടെ എർത്ത് ആണെങ്കിൽ ഈ എർത്തിൻ്റെ കംപ്ലീറ്റ് സർഫസിലേക്കും സിഗ്നലുകളെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് 3 സാറ്റലൈറ്റുകൾ മതിയാകും. 3 ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ, 1, അതുപോലെ ഇവിടെ 2, അതുപോലെ ഇവിടെ 3-മതൊരാൾ. ഇങ്ങനെ 3 സാറ്റലൈറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എർത്തിൻ്റെ കംപ്ലീറ്റ് സർഫസിലേക്കും സിഗ്നലുകളെ സെൻഡ് ചെയ്യാം. അപ്പോൾ കണ്ടീഷൻ ഇതാണ്. ഇവർ തമ്മിലുള്ള ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 120 ഡിഗ്രി വീതമായിരിക്കണം. അപ്പോൾ ഇവർ തമ്മിലൊരു 120 ഡിഗ്രിയുടെ ഇൻക്ലിനേഷൻ, ഇവർ തമ്മിൽ 120 ഡിഗ്രി, അതുപോലെ 120 ഡിഗ്രി. അപ്പോൾ എത്ര ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ ഉണ്ടെങ്കിൽ എർത്തിൻ്റെ കംപ്ലീറ്റ് സർഫസിലേക്കും സിഗ്നലുകളെ സെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ 3 സാറ്റലൈറ്റുകൾ മതിയാവും. അവർക്കിടയിലുള്ള ഇൻക്ലിനേഷൻ 120 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നമുക്ക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളെ പ്രധാനമായിട്ടും TV, ടെലിഫോൺ, റേഡിയോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ എർത്തിൻ്റെ ഷേപ്പ് ജിയോയിഡൽ ഷേപ്പാണ് എന്ന് നമുക്ക് ഐഡിയ തന്നതൊക്കെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളുടെ വർക്കിങ്ങിലൂടെയാണ്. നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് സാറ്റലൈറ്റിൻ്റെ പേരാണ് പോളാർ സാറ്റലൈറ്റ്. എന്തുകൊണ്ടാണ് ഇവരെ പോളാർ സാറ്റലൈറ്റുകൾ എന്ന് വിളിക്കുക എന്ന് ചോദിച്ചാൽ ഇവർ കറങ്ങുന്നത് പോളാർ ഓർബിറ്റിലൂടെ ആയിരിക്കും. ഇത് നമ്മുടെ എർത്ത് ആണെങ്കിൽ എർത്തിൻ്റെ പോൾസിന് മുകളിലൂടെ ഒരു ഓർബിറ്റിലൂടെ ആയിരിക്കും ഇവർ കറങ്ങുക. ഇവർ എർത്തിൻ്റെ സർഫസിനോട് വളരെ ക്ലോസ് ആയിരിക്കും. നിയർലി 1000 കിലോമീറ്റർ ആയിരിക്കും ഇവരുടെ മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് സർഫസ്. അപ്പോൾ എർത്തിൻ്റെ സർഫസിനോട് വളരെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ എർത്തിൻ്റെ സർഫസ് ഫോട്ടോഗ്രാഫിക്ക് നമുക്ക് പോളാർ സാറ്റലൈറ്റ് ഉപയോഗിക്കാം. നമ്മുടെ അറ്റ്മോസ്ഫിയർ വളരെ ക്ലോസ് ആയിട്ടുള്ള ലെയറുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ വെതർ ഫോർകാസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മഴയെക്കുറിച്ച് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫിക്ക്, നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഫോട്ടോഗ്രാഫി നമുക്ക് എടുക്കുന്നതിന് ഫോട്ടോഗ്രാഫിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ മിലിറ്ററി പർപ്പസുകൾക്ക് നമ്മൾ ഇവർ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ നമുക്ക് ഈ പോളാർ സാറ്റലൈറ്റുകളെ ഉപയോഗിക്കാം. അപ്പോൾ ഇവരുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 90 മിനിറ്റിനടുത്തായിരിക്കും. ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് ഇവർക്ക് ഒരു തവണ എർത്തിനെ ചുറ്റി വരാനായിട്ട് സാധിക്കും. അപ്പോൾ പോളാർ സാറ്റലൈറ്റുകൾക്ക് നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ വെതർ ഫോർകാസ്റ്റിങ്ങിന് ഉപയോഗിക്കാം, നമ്മുടെ ടോപ്പോഗ്രഫി പഠിക്കുന്നതിന് ഉപയോഗിക്കാം, മൂണിൻ്റെയൊക്കെ സ്ട്രക്ചർ മീൻസ് അതിൻ്റെ സർഫസ് പ്രോപ്പർട്ടീസ് പഠിക്കുന്നതിനൊക്കെ ഈ പോളാർ സാറ്റലൈറ്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു സാറ്റലൈറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എനർജികളെ കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. നമുക്കറിയാം ഒരു സാറ്റലൈറ്റ് ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യുന്ന ബോഡികൾക്ക് എപ്പോഴും കൈനറ്റിക് എനർജി ഉണ്ടാവും. അതോടൊപ്പം തന്നെ എർത്തിൻ്റെ ഒരു ഓർബിറ്റിലാണ് നമ്മുടെ ഈ സാറ്റലൈറ്റ്
ആയിട്ട് റിവോൾവ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും എർത്തുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വഴി അയാൾക്കൊരു പൊട്ടൻഷ്യൽ എനർജി കൂടി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ സാറ്റലൈറ്റിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ്. ഓർക്കുക, കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ അത് Gmm/2r ആണ്. ഓർക്കുക, കൈനറ്റിക് എനർജി Gmm/2r ആണ്. എന്നാൽ ടോട്ടൽ എനർജി ആണെങ്കിലോ, ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ കൈനറ്റിക് എനർജിക്ക് ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ശരിയല്ലേ? -Gmm/2r ആയി. ഇനി നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ, കണ്ടോ പൊട്ടൻഷ്യൽ എനർജി -Gmm/r അല്ലേ. അതായത് ഈ ടോട്ടൽ എനർജി ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 2 കട്ടായി പോവും, നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഈ എനർജികൾ നമുക്ക് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ പഠിക്കേണ്ടത് ഇയാളെ മാത്രം. കൈനറ്റിക് എനർജി Gmm/2r ആണ്. ആ കൈനറ്റിക് എനർജിക്ക് ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ അതെന്തായി മാറും? ടോട്ടൽ എനർജിയായി മാറും. ഇനി ടോട്ടൽ എനർജിയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജിയായി. അപ്പോൾ 2 ടൈംസ് ടോട്ടൽ എനർജി ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി. ഇങ്ങനൊരു റിലേഷൻഷിപ്പ് ഇവർ തമ്മിലുണ്ട്. ഓർക്കുക, കൈനറ്റിക് എനർജി നമുക്കറിയാമെങ്കിൽ അതിന് നമ്മളൊരു മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ നമുക്കത് ടോട്ടൽ എനർജി ആക്കി മാറ്റാം. ഇനി ടോട്ടൽ എനർജിയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജിയും ആവും. അപ്പോൾ നോക്കി ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കൂടി മനസ്സിലാവും. പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവാണ്, ടോട്ടൽ എനർജി നെഗറ്റീവാണ്. പക്ഷേ കൈനറ്റിക് എനർജിയോ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ആവുന്ന എനർജി ആരൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും നെഗറ്റീവ് ആയിരിക്കും. കൈനറ്റിക് എനർജി ഓൾവേസ് പോസിറ്റീവ് ആണ്. എന്താണ് ടോട്ടൽ എനർജി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്? ടോട്ടൽ എനർജി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഫോഴ്സിന് അട്രാക്റ്റീവ് നേച്ചർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് അട്രാക്റ്റ് ചെയ്തിരിക്കാനുള്ള ടെൻഡൻസിയാണുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ, അവിടെ നിന്ന് പുറത്തെത്തിക്കണമെങ്കിൽ നമ്മൾ എത്ര എനർജി കൊടുക്കേണ്ടി വരും? +Gmm/2r. അയാൾ പൊസസ് ചെയ്യുന്ന എനർജി -Gmm/2r ആണെങ്കിൽ അതിനെ അവിടെ നിന്ന് റിലീസ് ചെയ്യിക്കാൻ നമ്മൾ കൊടുക്കേണ്ടത് പ്ലസ് എനർജി അല്ലേ. അപ്പോഴല്ലേ ടോട്ടൽ എനർജി 0 ആയി മാറും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന എനർജി വിളിക്കുന്ന പേരാണ് ബൈൻഡിങ് എനർജി. അപ്പോൾ ഓർക്കുക, കൈനറ്റിക് എനർജി അറിയാമെങ്കിൽ ഒരു മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ അത് ടോട്ടൽ എനർജി ആയിട്ട് മാറും. ടോട്ടൽ എനർജിയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജിയായി മാറും. ഇനി നമ്മുടെ ബൈൻഡിങ് എനർജി ആണെങ്കിലോ നമ്മുടെ കൈനറ്റിക് എനർജിക്ക് തന്നെ ഈക്വൽ അല്ലേ, +Gmm/2r ആയിരിക്കും. ഹെവൻലി ബോഡീസിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 3 ലോസ് തരുന്നത് കെപ്ലർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അതിനാണ് നമ്മൾ കെപ്ലേഴ്സ് ലോ എന്ന് പറയുക. കെപ്ലറിൻ്റെ 3 ലോസ്. ഒന്നാമത്തെ ലോ പറയുന്നു ലോ ഓഫ് ഓർബിറ്റ്സ്. എല്ലാ പ്ലാനറ്റുകളും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്നു എന്നാണ് ഒന്നാമത്തെ ലോ പറയുക. രണ്ടാമത് പറയുന്നത് ഇങ്ങനെയാണ്, ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ ക്രോസ് ചെയ്യുന്ന അല്ലെങ്കിൽ കവർ ചെയ്യപ്പെടുന്ന ഏരിയ എത്രയാണോ അതേ ഏരിയ തന്നെയാണ് നിശ്ചിത അതേ സമയത്തിൽ വീണ്ടും ക്രോസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഏരിയൽ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ ലോ ആണ് വളരെ പ്രധാനപ്പെട്ടത്. അവിടെ നമുക്കൊരു റിലേഷൻ കിട്ടുന്നത് ഇങ്ങനെയാണ്, ഒരു പ്ലാനറ്റിൻ്റെ ടൈം പീരീഡ് അതിൻ്റെ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു റേഡിയസിൻ്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. T² ഈസ് പ്രൊപ്പോർഷണൽ ടു R³ അങ്ങനെയെങ്കിൽ T2² / T1² = R2³ / R1³ എന്ന് എഴുതാം. അപ്പോൾ മൂന്നാമത്തെ ലോ വിളിക്കുന്ന പേര് ലോ ഓഫ് പീരിയഡ്സ് എന്നാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്, സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. അഥവാ നമുക്ക് അവൻ്റെ റേഡിയസ് എന്ന് വിളിക്കാം, R³ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് പ്രോബ്ലം ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, T1 ഉം R1 ഉം തമ്മിലുള്ള റിലേഷൻ തന്നിട്ട് T2 R2 തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടെത്താൻ ചോദിക്കും. അപ്പോൾ റിലേഷൻ ഓർക്കുക, T2² / T1² = R2³ / R1³ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, എ സാറ്റലൈറ്റ് ഈസ് ഓർബിറ്റിംഗ് ദ എർത്ത് വിത്ത് എ സ്പീഡ് v0. ടു മേക്ക് ദ സാറ്റലൈറ്റ് എസ്കേപ്പ് വാട്ട് ഷുഡ് ബി ദ മിനിമം പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഇറ്റ്സ് വെലോസിറ്റി. ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റി VO ആണ്. ഇനി എത്ര പെർസെൻറ്റേജ് വെലോസിറ്റി കൂടിയാൽ അയാൾക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം? അപ്പോൾ നമുക്കറിയാം എസ്കേപ്പ് ചെയ്യാൻ വേണ്ട വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു √2gr. ഇപ്പോൾ അയാൾക്ക് പൊസസ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? VO എന്ന് പറഞ്ഞാൽ അത് √gr അല്ലേ. അങ്ങനെയെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, √2 × VO. അങ്ങനെയെങ്കിൽ അയാൾക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ട വെലോസിറ്റി ഇതാണ്, ഇപ്പോൾ ഉള്ളത് ഇത്രയുമാണ്. അപ്പോൾ ഇനി എത്ര കൂടി എക്സ്ട്രാ വേണ്ടി വരും? അത് നമുക്ക് ΔV എന്ന് വിളിക്കാം. നമുക്കിനി എക്സ്ട്രാ വേണ്ട വെലോസിറ്റി ΔV എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി വേണം മൈനസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും വെലോസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടോ ΔV കിട്ടിയില്ലേ? ΔV കിട്ടിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ആക്കാൻ നമുക്കറിയാമല്ലോ, ΔV ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ഒറിജിനൽ വെലോസിറ്റി. ആ ഒറിജിനൽ വെലോസിറ്റി ആരാ? ഓർബിറ്റൽ വെലോസിറ്റി × 100 ചെയ്യുമ്പോഴേക്കും ആൻസറായി. അപ്പോൾ ΔV കണ്ടോ
escape velocity minus VO, escape velocity minus VO divided by original VO into 100. അപ്പോൾ നമുക്ക് കിട്ടും 41.4%. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നല്ലപോലെ നോക്കുക, ആൻസർ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയാണ്? ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100 എന്നായിരിക്കണം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വളരെ ചെറിയ ചാപ്റ്ററുകളൊന്നാണ്, വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാണ്. ഒരു ബോഡിയുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ആ ബോഡിയെ ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ ബോഡി സ്വന്തമായിട്ടുള്ള അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ബോഡിക്ക് ഇലാസ്റ്റിക് ബിഹേവിയർ ഉണ്ടെന്ന് പറയും. അങ്ങനെ തിരിച്ചു വരാനുള്ള റീട്രേസ് ചെയ്യാൻ ആ ബോഡിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഡീഫോമിംഗ് ഫോഴ്സും അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒറിജിനൽ സ്ട്രക്ചർ റിട്രീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫോഴ്സിൻ്റെ പേര് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നുമാണ്. ഒരു ബോഡിക്ക് നമ്മളൊരു ഡീഫോമേഷൻ കൊടുക്കുമ്പോൾ അയാളുടെ ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും തിരികെ വരാൻ കഴിയുന്നില്ല എങ്കിൽ ആ ബോഡിയെ നമ്മൾ പ്ലാസ്റ്റിക് ബോഡികൾ എന്ന് വിളിക്കും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കോ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക്കോ ആയ ഒരു ബോഡികളും തന്നെ ഇല്ല. എന്നാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ മാക്സിമം ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയലാണ് ക്വാർട്സ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിസിറ്റി കാണിക്കുന്ന ഒരാളാണ് പാരഫിൻ വാക്സ്. ഇനി നമുക്ക് നോക്കാം എന്താണ് പ്രഷർ. ഒരു ബോഡിയുടെ പുറത്ത് കിട്ടുന്ന ടോട്ടൽ നോർമൽ ഫോഴ്സിനെ വിളിക്കുന്ന പേര് ത്രസ്റ്റ് എന്നും, എന്നാൽ ഈ ത്രസ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ വിളിക്കുന്ന പേര് പ്രഷർ എന്നുമാണ്. പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്നതാണ്. ഒരു ബോഡിയുടെ പുറത്ത് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബോഡിയുടെ ഉള്ളിലേക്ക് തിരികെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ പേര് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നാണ്. ദിസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ബോഡിയുടെ പുറത്ത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ വിളിക്കുന്ന പേരാണ് പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്. സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ യൂണിറ്റ് എന്ത് വരും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അഥവാ പാസ്കൽ. അപ്പോൾ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. ഇനി മറ്റൊരു ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ബോഡി ഉണ്ട്. ഇതൊരു മെറ്റാലിക് ബ്ലോക്ക് ആണെന്ന് കരുതുക. അതിൻ്റെ ലെങ്ത് L ആണ്. ഞാൻ ഇതിൻ്റെ പുറത്തൊരു ഫോഴ്സ് കൊടുത്തു. ഞാൻ ഇങ്ങോട്ട് ഇതിനെ പിടിച്ച് വലിച്ചപ്പോൾ ഈ ബോഡി ഇതാ ഇങ്ങനെയായി. അയാളുടെ ലെങ്ത് ഒരല്പം ഇൻക്രീസ് ചെയ്തു. അയാൾക്കുണ്ടായ ഇൻക്രീസ് ഡെൽറ്റ L ആണ്. അപ്പോൾ ഞാൻ ഫോഴ്സ് കൊടുത്തപ്പോൾ അയാളുടെ ഏത് ഡയമെൻഷനാണ് ചേഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ ലെങ്ത് ആണ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ലെങ്തിനുണ്ടായ ചേഞ്ച് എത്ര? ഡെൽറ്റ L. ഔട്ട് ഓഫ് ഒറിജിനൽ ലെങ്ത് എത്രയാണ്? L. അപ്പോൾ നമുക്ക് ഇങ്ങനെ വായിക്കാം, ചേഞ്ച് ഇൻ ദ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഈ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ. അപ്പോൾ ന്യൂമറേറ്ററിലും ലെങ്ത് ആണ്, ഡിനോമിനേറ്ററിലും ലെങ്ത് ആണ്. മുകളിലും താഴെയും യൂണിറ്റ് സെയിം ആണ്, ക്യാൻസലായി പോവും. അതുകൊണ്ട് തന്നെ സ്ട്രെയിൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ഓർക്കുക, സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആംഗിളിന് നമ്മൾ സാധാരണ യൂണിറ്റ് പറയാറില്ല. കാരണം എന്താണ്? ആർക്ക് ബൈ റേഡിയസ് എന്നാണ് പറയുക. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് പറയുമ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ലോ ഇതാണ്, ഹൂക്സ് ലോ. അപ്പോൾ ഹൂക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറയുന്ന ലോ ഇങ്ങനെയാണ്: വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എവിടം വരെ? ഒരു ലിമിറ്റ് വരെ. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കാൻ കഴിയുള്ള ആ മാക്സിമം ലിമിറ്റ് വരെ ഈ ഒരു പ്രോപ്പർട്ടി അവർ ഒബേ ചെയ്യും. അപ്പോൾ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണെങ്കിൽ സ്ട്രെസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. അല്ലെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ കോൺസ്റ്റന്റിനെ അല്ലെങ്കിൽ ഈ റേഷ്യോ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് മോഡുലൈ. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് മോഡുലൈ. നമുക്ക് 3 തരം ഇലാസ്റ്റിക് മോഡുലൈകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് യങ്സ് മോഡുലസ്. എന്താണ് യങ്സ് മോഡുലസ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ബ്ലോക്ക് ഉണ്ട്. ഇതിൻ്റെ ലെങ്ത് L ആണ്. നമ്മൾ ഇതിൻ്റെ പുറത്തൊരു ഫോഴ്സ് F അപ്ലൈ ചെയ്തു. അങ്ങനെയെങ്കിൽ അതിൻ്റെ ലെങ്ത് ഒരല്പം കൂടി. അയാളുടെ ലെങ്തിനുണ്ടായ ചേഞ്ച് എന്ന് പറയുന്ന ഡെൽറ്റ L ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ നമുക്ക് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എടുക്കാം. ഇവിടെ ലെങ്തിനാണ് ചേഞ്ച് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ സ്ട്രെസ്സിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്നും സ്ട്രെയിനിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നും വിളിക്കും. അപ്പോൾ നോക്കിയാൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ F/A, സ്ട്രെയിൻ ആണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ചേഞ്ച് ഉണ്ടായ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും യങ്സ് മോഡുലസ് Y ഈസ് ഈക്വൽ ടു FL/A ഡെൽറ്റ L. FL/A ഡെൽറ്റ L. നോക്കൂ, ഇത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ? സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് പാസ്കലാണ്, സ്ട്രെയിനിൻ്റെ യൂണിറ്റ് ഇല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? പാസ്കൽ തന്നെ അല്ലേ? കാരണം ന്യൂമറേറ്ററിൽ പാസ്കലാണ്. അപ്പോൾ ഓർക്കുക, യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് പാസ്കൽ ആയിരിക്കും. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് പാസ്കലാണ്, പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റും പാസ്കലാണ്.
അടുത്ത ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്. എന്താണ് ബൾക്ക് മോഡുലസ് എന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു വോളിയം ഉണ്ട്, ഒരു സബ്സ്റ്റൻസ്, അതിൻ്റെ വോളിയം V ആണെന്ന് കരുതുക. ഇതിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്തു. അപ്പോൾ അയാളുടെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടായി. ആ വോളിയത്തിനുണ്ടായ ചേഞ്ച് ഡെൽറ്റ V ആണെന്ന് ഇരിക്കട്ടെ. വോളിയത്തിനുണ്ടായ ചേഞ്ച് ഡെൽറ്റ V. അപ്പോൾ ഒറിജിനൽ വോളിയം V, ഇപ്പോൾ V ഡാഷ്, ഇതിൻ്റെ ഡിഫറൻസ് ഡെൽറ്റ V. അങ്ങനെയെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ V ഔട്ട് ഓഫ് ദ ഒറിജിനൽ വോളിയം, ഇതിനെ വിളിക്കുന്ന പേരാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ. പേര് വോളിയോമെട്രിക് സ്ട്രെയിൻ. കണ്ടോ, വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. നമ്മളിവിടെ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ സ്ട്രെസ്സിനെ നമുക്ക് വോളിയോമെട്രിക് സ്ട്രെസ് അഥവാ F/A ദാറ്റ് ഈസ് ഈക്വൽ ടു P, പ്രഷർ എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ഇവിടെ വോളിയോമെട്രിക് സ്ട്രെസ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. ആ റേഷ്യോ വിളിക്കുന്ന പേരാണ് ബൾക്ക് മോഡുലസ്. അപ്പോൾ ബൾക്ക് മോഡുലസ് നമുക്ക് ഇങ്ങനെ എഴുതാം. സ്ട്രെസ് എന്ന് പറയുന്നത് F/A ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ V/V ആണ്. ഇതായിരിക്കും നമ്മുടെ ബൾക്ക് മോഡുലസ്. അപ്പോൾ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ വോളിയോമെട്രിക് സ്ട്രെസ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. ഇവിടുത്തെ F/A നമുക്ക് പ്രഷർ എന്നും ഡെൽറ്റ V/V എഴുതാം. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ വരുന്നു, -V/P × ഡെൽറ്റ. എന്താണ് ഈ നെഗറ്റീവിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം സ്ട്രെസ് കൂടുന്തോറും ആ വോളിയം കുറയുകയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമ്മളൊരു മൈനസ് കൊടുത്തിരിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, റെസിപ്രോക്കൽ ഓഫ് ദ ബൾക്ക് മോഡുലസ് ഈസ് കോൾഡ് കംപ്രസിബിലിറ്റി. അപ്പോൾ കംപ്രസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. മൂന്നാമത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇങ്ങനെയാണ്, റിജിഡിറ്റി മോഡുലസ്. അപ്പോൾ എന്താണ് ഈ റിജിഡിറ്റി മോഡുലസ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കൂ, ഇവിടെ നമുക്കൊരു ബോഡി ഉണ്ട്. ഈ ബോഡി ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ അതിരിക്കുന്ന സർഫസിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മളൊരു ടാൻജൻഷ്യൽ ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ഈ ബോഡിക്ക് ഒരു ഡീഫോമേഷൻ സംഭവിച്ചു. ബോഡി ഇതാ ഇങ്ങനെയായി. അയാളുടെ ബേസ് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിനൊരു ഡീഫോമേഷൻ സംഭവിച്ചു ഫോഴ്സ് F അപ്ലൈ ചെയ്തപ്പോൾ. അപ്പോൾ അതിൻ്റെ ആക്ച്വലി സൈഡ് ഇങ്ങനെയാണ് ഇരുന്നത്, അതിപ്പോൾ ഇത്രയും ഡിഗ്രി തിരിഞ്ഞു. ഇയാൾക്കുണ്ടായ ചരിവ് തീറ്റയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും ഈ ആംഗിളിനെ, ഈ ആംഗിൾ ഓഫ് ഷിയറിനെ വിളിക്കുന്ന പേരാണ് ഷിയറിംഗ് ആംഗിൾ. അപ്പോൾ നോക്കി, ഇവിടുത്തെ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് തീറ്റയാണ്. ഈ തീറ്റ നമുക്കറിയാം ആർക്ക് ബൈ റേഡിയസ് ആയിരിക്കും. അത് വിട്ടേക്കൂ, നമുക്ക് ഷിയറിംഗ് സ്ട്രെയിൻ തീറ്റ എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ സ്ട്രെസ് ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ അവിടുത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എങ്ങനെ എഴുതാം? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഏത് സ്ട്രെസ് ആണ്? ഷിയറിംഗ് സ്ട്രെസ്. ഏത് സ്ട്രെയിൻ? ഷിയറിംഗ് സ്ട്രെയിൻ. ഈ റേഷ്യോ വിളിക്കുന്ന പേര് റിജിഡിറ്റി മോഡുലസ്. അപ്പോൾ F/A ആണ് സ്ട്രെസ്, തീറ്റയാണ് നമ്മുടെ സ്ട്രെയിൻ. അപ്പോൾ ഇതായിരിക്കും റിജിഡിറ്റി മോഡുലസ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ട് യൂണിറ്റ് എന്ത് തന്നെയാണ്? പാസ്കൽ. പ്രഷറിൻ്റെ അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ സെയിം യൂണിറ്റ് തന്നെയായിരിക്കും ഇവിടെ. അപ്പോൾ 3 തരത്തിലുള്ള ഇലാസ്റ്റിക് മോഡുലസുകളെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ് 3 പേര്? ഒന്നാമത്തേത് യങ്സ് മോഡുലസ്, രണ്ടാമത്തേത് ബൾക്ക് മോഡുലസ്, മൂന്നാമത്തേത് റിജിഡിറ്റി മോഡുലസ് ഈറ്റ. അപ്പോൾ ഒരു ബോഡിയുടെ പുറത്ത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് ഡീഫോമേഷൻ സംഭവിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇയാളെ ഡീഫോം ചെയ്തിട്ട് ആ ഫോഴ്സ് റിമൂവ് ചെയ്താൽ അയാൾ തിരിച്ച് പഴയതുപോലെ വരും. കുറച്ചുകൂടി ഫോഴ്സ് കൂട്ടിയാൽ അത് കുറച്ചുകൂടി നീണ്ടതിന് ശേഷം, ഡീഫോം ചെയ്തതിന് ശേഷം വീണ്ടും പഴയ മാതിരി തിരികെ വരും. എന്നാൽ ഒരു പ്രത്യേക ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറയും നമ്മുടെ ബോഡിക്ക് പെർമനൻ്റായി ഡീഫോമേഷൻ സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെ വീണ്ടും പിടിച്ച് വലിക്കുകയാണെങ്കിൽ ആ ബോഡി എന്നേക്കുമായി പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ പറയും അയാളുടെ ഫ്രാക്ചർ പോയിന്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ +1 ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചൊരു ടോപ്പിക്കാണിത്. ഒരു ഗ്രാഫാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. നോക്കി, നമ്മളൊരു ബോഡിയുടെ പുറത്ത് കൊടുക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ളൊരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് 0 ആകുമ്പോൾ സ്ട്രെയിനും 0 ആണ്. സ്ട്രെസ് 0 ആകുന്ന സമയത്ത് സ്ട്രെയിനും 0 ആണ്. ആ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുക. സ്ട്രെസ് 0 ആകുമ്പോൾ സ്ട്രെയിനും 0. സ്ട്രെസ് കൂട്ടിയാൽ സ്ട്രെയിനും കൂടും. സ്ട്രെസ് കൂടുന്നതിന് ആനുപാതികമായിട്ട് സ്ട്രെയിനും കൂടുന്നു. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും ഇവിടം വരെ പ്രൊപ്പോർഷണൽ ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഈ പോയിന്റ് എ വിളിക്കുന്ന പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. കാരണം അവിടം വരെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആണ്. ഈ ഗ്രാഫിൽ കാണാം. ഇനി നമ്മൾ കുറച്ചും കൂടി ഫോഴ്സ് കൊടുത്താൽ പിന്നെ അവർ പ്രൊപ്പോർഷണൽ അല്ല, പക്ഷെ അപ്പോഴും ഇലാസ്റ്റിക് ക്യാരക്ടർ കാണിക്കും. എന്ന് പറഞ്ഞാൽ സ്ട്രെസ് റിമൂവ് ചെയ്താൽ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തിരികെ വരാനുള്ള കഴിവ് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ് അഥവാ ഈൽഡ് പോയിന്റ്. ഇനി നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഇതിന് ഫോഴ്സ് കൊടുത്താൽ അയാൾ മറ്റൊരു പൊസിഷനിലേക്ക് എത്തുന്നു. ആ പോയിന്റ് ഞാൻ C എന്ന് വിളിച്ചു. സിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ അയാൾ ഒരിക്കലും അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരികെ വരില്ല. പിന്നെ വരുന്നത് എവിടെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ മറ്റേതെങ്കിലും ഒരു ലൊക്കേഷനിലായിരിക്കും. ഇവിടെയാണ് എത്തിയതെങ്കിൽ
ഒറിജിനലി അയാൾ ഒറിജിനലാണ് എത്തേണ്ടിയിരുന്നത്, ഇത്രയും ഡിസ്റ്റൻസ് മാറി ഇവിടെ ആയിരിക്കും എത്തിച്ചേരുക. ഇതിനെ ഞാൻ ഇ എന്ന് വിളിക്കുകയാണ്, ഈ പോയിന്റിനെ. ഓക്കെ, അപ്പോൾ ഒറിജിനിൽ നിന്ന് നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെയിൻ കൂടുന്നു. എ വരെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് എ വിളിച്ച പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ബി വരെ ഇലാസ്റ്റിക് ക്യാരക്ടർ കാണിക്കുന്നതുകൊണ്ട് അതിനെ വിളിച്ചു ഇലാസ്റ്റിക് ലിമിറ്റ്. സി എന്ന പോയിന്റിൽ വെച്ച് നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്താൽ അയാളുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആദ്യത്തേതുപോലെ റീട്രേസ് ചെയ്യില്ല, മറ്റേതെങ്കിലും ഒരു പോയിന്റിലേക്കായിരിക്കും തിരികെ വരിക. സി കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇതിനെ ഫോഴ്സ് കൂട്ടിയാൽ ഈ വയറിൻ്റെ കനം കുറയുകയും അവസാനം ഇത് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. ആ ബ്രേക്കിംഗ് പോയിന്റ് ആണ് നമ്മുടെ ഡി അഥവാ ഫ്രാക്ചർ പോയിന്റ്. അപ്പോൾ നോക്കി, ഒരു ബോഡിക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്തോറും ഇതിങ്ങനെ വലിഞ്ഞ് പൊക്കൊണ്ടേയിരിക്കും. എന്നാൽ അത് വളരെ പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിലോ ഈ ഫ്രാക്ചർ പോയിന്റ് വളരെ അടുത്തായിരിക്കും, വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ പോയിന്റുകൾ ഇതാണ്. ഒന്ന് പ്രൊപ്പോർഷണൽ ലിമിറ്റ്, സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണലായി കാണപ്പെടുന്ന മാക്സിമം പോയിന്റിന്റെ പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് അഥവാ ഈൽഡ് പോയിന്റ് എന്ന് ചോദിച്ചാൽ ആ പോയിന്റ് വരെ ഇലാസ്റ്റിക് ക്യാരക്ടർ കാണിക്കും. ഇനി അതിനുശേഷം കാണിക്കുന്ന ക്യാരക്ടർ പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ്. അവസാനം വയർ മെറ്റീരിയൽ പൊട്ടുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫ്രാക്ചർ പോയിന്റ്. ഇനി നോക്കി, നമ്മൾ ഈ പ്ലാസ്റ്റിക് റീജിയണിൽ വെച്ച് ബോഡിയുടെ പുറത്തുള്ള ഫോഴ്സ് റിമൂവ് ചെയ്താൽ അയാൾക്ക് ലെങ്ത് എന്നേക്കുമായി കൂടും. അതിൻ്റെ പേരാണ് പെർമനന്റ് സെറ്റ്. അപ്പോൾ ഈ പറഞ്ഞ ടേംസ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കണം. പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റ്, ഫ്രാക്ചർ പോയിന്റ്, പെർമനന്റ് സെറ്റ്. ഒരു മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു വയറിനെ നമ്മൾ ഡീഫോം ചെയ്യുമ്പോൾ, അയാളുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ, നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ അയാൾക്ക് സ്ട്രെയിൻ ഉണ്ടാകുന്നു. അപ്പോൾ ആ ബോഡിയിൽ കുറച്ച് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടും. അതായത് ഒരു ബോഡിയെ നമുക്ക് ഡീഫോം ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു വർക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ വർക്ക് ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ നോക്കി, ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്: ഹാഫ് ഇൻറ്റു സ്ട്രെച്ചിങ് ഫോഴ്സ് ഇൻറ്റു എക്സ്റ്റൻഷൻ, ഹാഫ് ഇൻറ്റു സ്ട്രെച്ചിങ് ഫോഴ്സ് ഇൻറ്റു എക്സ്റ്റൻഷൻ. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആണെങ്കിൽ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ മതി. ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു ടോട്ടൽ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് യൂണിറ്റ് വോളിയത്തിലാണെങ്കിൽ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ഇനി സ്ട്രെസ്സിനെയും സ്ട്രെയിനിനെയും നമുക്ക് മോഡുലസ് കൊണ്ട്, യങ്സ് മോഡുലസ് കൊണ്ട് ചേഞ്ച് ചെയ്താൽ ഇക്വേഷൻ ഇങ്ങനെ മാറും: ഹാഫ് ഇൻറ്റു വൈ ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ, ഹാഫ് ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ. ഒരു വയറിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. പോയിസൺസ് റേഷ്യോ നോക്കൂ, നമ്മുടെ കയ്യിൽ ഒരു സിലിണ്ടറിക്കൽ വയർ ഉണ്ടെന്ന് കരുതുക. ആ സിലിണ്ടറിക്കൽ വയറിന് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അയാളുടെ ലെങ്ത് കൂടി, അതോടൊപ്പം തന്നെ അത് ലാറ്ററലി എന്ത് ചെയ്തു, കംപ്രസ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ കനം കുറയുകയും ചെയ്തു. അപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ നമ്മൾ വരച്ചിരിക്കുന്നതാണ് അതിൻ്റെ ആക്ച്വൽ ഒറിജിനൽ ഷേപ്പ്. അപ്പോൾ ഒറിജിനൽ ലെങ്ത് എല്ലും ഒറിജിനൽ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് ഡിയുമാണെന്ന് ഇരിക്കട്ടെ. നമ്മൾ അതിനെ താഴേക്ക് പിടിച്ച് വലിച്ചപ്പോൾ അത് കംപ്രസ് ചെയ്തു, ആ റെഡ് കളറിലുള്ള ആ ഒരു വയറായിട്ട് മാറിയെന്ന് കരുതുക. അപ്പോൾ നോക്കി, ലാറ്ററലി അയാളുടെ കനം കുറഞ്ഞില്ലേ? അയാളുടെ റേഡിയസിനുണ്ടായ കുറവ് എത്രയാണ്? ഡെൽറ്റ ഡി ആണ്. ആക്ച്വലി ഉണ്ടായിരുന്ന ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് ഡി ആണെന്ന് ഇരിക്കട്ടെ. ആക്ച്വൽ ലെങ്ത് എൽ, ഇപ്പോൾ ഉണ്ടായ ഡീഫോർമേഷൻ ഡെൽറ്റ എൽ. അങ്ങനെയെങ്കിൽ ഈ ലാറ്ററലി ഉണ്ടായ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനലി ലെങ്ത് വൈസ് ഉണ്ടായ സ്ട്രെയിൻ, ആ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് പോയിസൺസ് റേഷ്യോ. അപ്പോൾ ലാറ്ററലി സൈഡ് വൈസ് ഉണ്ടായ ചേഞ്ച് എങ്ങനെയാണ്? സ്ട്രെയിൻ എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡെൽറ്റ ഡി ബൈ ഡി, ഡെൽറ്റ ഡി ബൈ ഡി ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ ലെങ്ത് വൈസ് ഉണ്ടായ സ്ട്രെയിൻ, ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ഔട്ട് ഓഫ് ഒറിജിനൽ ഡെൽറ്റ എൽ ബൈ എൽ. അപ്പോൾ ഈ റേഷ്യോ വിളിക്കുന്ന പേരാണ് പോയിസൺസ് റേഷ്യോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് സ്ട്രെയിൻ ബൈ സ്ട്രെയിൻ ആണ്, അതുകൊണ്ട് തന്നെ ഇതിന് യൂണിറ്റ് ഉണ്ടാവുകയില്ല. പോയിസൺസ് റേഷ്യോയ്ക്ക് യൂണിറ്റ് ഇല്ല. അപ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് ഗ്രാഫുകളുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നോക്കി, രണ്ട് ഗ്രാഫുകൾ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഒന്നാമത്തത്, വിച്ച് ഓഫ് ദ മെറ്റീരിയൽ ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ്? തന്നിരിക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. ചോദ്യം ആർക്കാണ് ഇവിടെ യങ്സ് മോഡുലസ് കൂടുതൽ? നമുക്കറിയാം യങ്സ് മോഡുലസിന്റെ ഡെഫിനിഷൻ y ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ ഈ ഗ്രാഫിൽ എവിടെയാണ് ഈ സ്ട്രെസ്സും സ്ട്രെയിനും? സ്ട്രെസ് y ആക്സിസിലും സ്ട്രെയിൻ x ആക്സിസിലും അല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ x എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്. അപ്പോൾ ഈ ഗ്രാഫുകളിൽ ആർക്കാണോ സ്ലോപ്പ് കൂടുതൽ അയാൾക്കായിരിക്കണം യങ്സ് മോഡുലസ് കൂടുതൽ. നോക്കി, ഇവിടെ നിന്ന് സ്ലോപ്പ് കൂടുതൽ ആർക്കാണ്? സ്ലോപ്പ് കൂടുതൽ നമ്മുടെ ഒന്നാമത്തെ കർവിനല്ലേ?
എക്സിൽ നിന്ന് കൂടുതൽ ചരിഞ്ഞു നിൽക്കുന്നത് ഒന്നാമത്തെ കർവാണ്. അതുകൊണ്ട് തന്നെ യങ്സ് മോഡുലസ് കൂടുതൽ ആർക്ക് എന്ന് ചോദിച്ചാൽ ഗ്രാഫ് എക്ക് ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം, വിച്ച് മെറ്റീരിയൽ ഈസ് മോർ ഡക്റ്റൈൽ? നമുക്കൊരു ഡക്റ്റൈൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ വലിച്ചു നീട്ടാൻ പറ്റണം, സ്ട്രാൻഡുകളായി വലിച്ചു നീട്ടാൻ പറ്റുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഡക്റ്റൈൽ എന്ന് വിളിക്കുക. അപ്പോൾ നോക്കി, ഇവിടെ ഇയാളാണെങ്കിൽ ഇവിടെ വെച്ച് പൊട്ടിപ്പോവും, ഇതാണെങ്കിലോ കുറച്ചുകൂടെ നീളം നമുക്കിങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഡക്റ്റൈൽ മെറ്റീരിയൽ ആരാണെന്ന് ചോദിച്ചാൽ അത് എ തന്നെയാണ്. ഇനി വിച്ച് ഈസ് മോർ ബ്രിട്ടിൽ? പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് ആര്? നോക്കി, ഇയാളുടെ ഫ്രാക്ചർ പോയിന്റ് ഇവിടെയാണ്, ഇവിടെ എത്തുമ്പോൾ മാത്രമേ പൊട്ടൂ. പക്ഷെ ഇതാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പൊട്ടിപ്പോകും. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ബ്രിട്ടിൽ സോളിഡ് ആരാണ്? അത് ബി ആണ്. ഇനി വിച്ച് ഓഫ് ദ ടു ഈസ് സ്ട്രോങ്ങർ മെറ്റീരിയൽ? ഇതിൽ ആർക്കാണ് സ്ട്രെങ്ത് കൂടുതൽ? അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടും പെട്ടെന്ന് പൊട്ടാത്തതാരോ അയാളാണ് സ്ട്രോങ്. ഇയാളാണെങ്കിൽ ഫ്രാക്ചർ പോയിന്റ് കുറവാണ്, ഇവിടെ എത്തുമ്പോഴേക്കും പൊട്ടിപ്പോവും. ഇതാണെങ്കിൽ കുറച്ച് കൂടുതൽ ദൂരം നിൽക്കുന്നുണ്ട്, പൊട്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആരാണെന്ന് ചോദിച്ചാൽ അത് എ തന്നെയായിരിക്കും.